ഗുഡ് ഈവനിങ് എവ്രി വൺ. ഞാൻ സീറ്റ പോൾ. നിങ്ങൾക്ക് അറിയായിരിക്കും, മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചറാണ്. നമ്മളുടെ കോളേജിൽ, അക്വിനാസ് കോളേജിൽ കഴിഞ്ഞ 2 വർഷങ്ങളായി അക്വിനാസ് കോളേജ് കൗൺസിലിംഗ് സെൽ ഒരു നിശബ്ദമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെയും നമ്മൾക്ക് ഒരു പബ്ലിസിറ്റി കൊടുത്തിട്ടുള്ള ഒരു പ്രോഗ്രാംസ് ഒന്നും നടന്നിട്ടില്ല. അത് കുറച്ച് എന്താ പറയാ, അതിന്റെ സാങ്കേതികമായിട്ടുള്ള നിയമപരമായിട്ടുള്ള കുറച്ച് തടസ്സങ്ങൾ കാരണങ്ങൾ കൊണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ട് കൗൺസിലിങ്ങോ അല്ലെങ്കിൽ മെന്ററിങ്ങോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു എന്താ പറയാ, ഒരു സെല്ലിന്റെ പ്രവർത്തനം എന്ന രീതിയിലേക്ക് അത്ര രീതിയിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് അതിനുള്ള ഒരു റൈറ്റ് കിട്ടിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ, ഈ കോവിഡിന്റെ സാഹചര്യത്തിൽ ഇപ്പം നമുക്ക് ഗവൺമെന്റിൽ നിന്നും യൂണിവേഴ്സിറ്റിയിൽ നിന്നും അതുപോലെ തന്നെ UGCയിൽ നിന്ന് വരെ നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട്. എല്ലാ കോളേജുകളിലും കൗൺസിലിംഗ് സെല്ല് നിർബന്ധമായിട്ടും കുട്ടികളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഈ കോവിഡ് പശ്ചാത്തലത്തിൽ കൗൺസിലിംഗ് സെല്ലിന്റെ പ്രവർത്തനം നിർബന്ധമാക്കിയിട്ട് ഓർഡർ വന്നിട്ടുണ്ട്. കൂടാതെ ഈ റീസെന്റ് ആയിട്ട് ഗവൺമെന്റിൽ നിന്ന് ഇതിനായിട്ടൊരു PG സൈക്കോളജി പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ എക്സ്റ്റേണൽ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് തന്നെ ഒരു എക്സ്റ്റേണൽ ഒരു മെമ്പറിനെ കൂടെ ഇതിൽ ഭാഗമാക്കണമെന്നുള്ള ഓർഡർ റീസെന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതും നമുക്ക് അവൈലബിൾ ആവും. ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കൗൺസിലറിനെ കൂടെ നമുക്ക് അവൈലബിൾ ആവും സെല്ലിന്. അപ്പോൾ സെല്ലിനെ ഒന്ന് പരിചയപ്പെടുത്താം. നമ്മളുടെ നിലവിൽ നമ്മൾ 4 ടീച്ചേഴ്സാണ് കൗൺസിലിംഗ് സെല്ലിന്റെ ചാർജ് ഉള്ളത്. മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ സീറ്റ പോൾ, ഹെർമിൻ മാം, മേരി ഹെർമിൻ മാം ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ്, മിസ് റോഷ്നി എലിസബത്ത് മിസ് ഫ്രം ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്, ആതിര പ്രകാശ് മിസ് ഫ്രം ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഈ അക്കാഡമിക് ഇയറിലെ സ്റ്റുഡൻറ് റെപ്രസെൻറ്റേറ്റീവ്സിന്റെ ആദ്യത്തെ ഒരു മീറ്റിംഗ് ആണ്. നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, കഴിഞ്ഞ വർഷം ഇപ്പൊ പാസ് ഔട്ടായ കുട്ടികളുടെ 5th സെമസ്റ്റർ എക്സാമിനേഷൻ വന്നത് ഇതുപോലെ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് ശേഷമുള്ള ആദ്യത്തെ ഓഫ്ലൈൻ എക്സാം ആയിരുന്നു. ഈ കഴിഞ്ഞ 2021 മാർച്ച് പാസ് ഔട്ട് എന്ന് പറയുന്ന ബാച്ചിന്റെ 5th സെമസ്റ്റർ എക്സാം. അപ്പോൾ 5th സെമസ്റ്റർ എക്സാമിന് മുൻപായിട്ട് നമ്മൾ ഫ്രം ഓൺലൈൻ ക്ലാസ്സസ് ടു എക്സാമിനേഷൻ ഹാൾ എന്ന് പറഞ്ഞ ഒരു വിഷയത്തിൽ കൗൺസിലിംഗ് സെൽ ഒരു വെബിനാർ സംഘടിപ്പിച്ച് അവർക്കൊരു എക്സാമിനേഷൻ പ്രിപ്പറേഷൻ ടിപ്സ് എന്നുള്ള ഒരു ക്ലാസ് കൊടുത്തിരുന്നു. കൂടാതെ എല്ലാ സാറ്റർഡേയ്സിലും 2 to 3 സെല്ല് ഇൻഡിവിജ്വൽ കൗൺസിലിങ്ങിനായിട്ട് ഓപ്പൺ ആണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ ഒന്നുകൂടെ കുട്ടികളിലേക്ക് എത്തിക്കണം. ഇപ്പോഴും നിലവിൽ നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു സെല്ലിന്റെ പ്രവർത്തനം കോളേജിൽ ലഭ്യമാണ്, അല്ലെങ്കിൽ സേവനം കോളേജിൽ ലഭ്യമാണെന്നുള്ളത് കുട്ടികൾക്ക് അറിയില്ല. അപ്പോൾ നമ്മളുടെ സെല്ലിലുള്ള ഈ 4 ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്തിരിക്കുന്നത്, കോളേജിൽ നിന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ 4 ടീച്ചേഴ്സും കൗൺസിലിങ്ങിലും സൈക്കോളജിയിലും അറ്റ്ലീസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് എങ്കിലും ചെയ്തിട്ടുള്ളവരാണ് എന്നുള്ള നിലയിലാണ്. അപ്പം പിന്നെ ഒരു മെയിൽ റെപ്രസെന്റേഷൻ ഈ സെല്ലിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലെ രാജു സാറിനെയും കൂടെ നമ്മൾ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ സെല്ലിൽ എല്ലാ ക്ലാസ്സിൽ നിന്നും ഒരു സ്റ്റുഡൻറ് റെപ്രസെന്റേറ്റീവിനെ എടുത്തുകൊണ്ട് സ്റ്റുഡൻസിന്റെ പാർട്ടിസിപ്പേഷനോടുകൂടി ഈ സെല്ലിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഫോം ചെയ്തിരിക്കുന്നത് ഈ സെല്ലിന്റെ ഇങ്ങനെ ഒരു സെല്ലിന്റെ എക്സിസ്റ്റൻസും ഇങ്ങനെ ഒരു സെല്ലിന്റെ സേവനം കുട്ടികൾക്ക് കുറച്ചുകൂടെ കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും കുട്ടികൾ ഇത് അറിയുന്നില്ല, അല്ലെങ്കിൽ കുട്ടികൾ മുന്നോട്ട് വരുന്നില്ല നമ്മൾ ചോദിച്ചാൽ തന്നെയും ഈ പറഞ്ഞ പോലെ. അപ്പൊ നമ്മുടെ പരിപാടികൾ നമ്മൾ ഓർഗനൈസ് ചെയ്യാവുന്ന ഇപ്പോൾ ഈ ഒരു വർഷത്തേക്ക് ഉള്ള പ്രോഗ്രാംസ് എല്ലാം ഞങ്ങള് ടീച്ചർ കോർഡിനേറ്റേഴ്സും മീറ്റിംഗ് കൂടി ഒരു ഇയർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്ലാനിൽ കുട്ടികൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകളും അതുപോലെ ഓൺലൈൻ ക്ലാസ്സസിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, സ്ട്രെസ് മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ്, ഈ അഡോളസെന്റ്
ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ പ്രശ്നങ്ങൾ, ഡിപ്രഷൻ പോലുള്ള മറ്റ് മാനസിക പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ട് ഈ വീട്ടിൽ അടച്ചുപൂട്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ എല്ലാവർക്കും ഉണ്ട്. കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഒക്കെ ഉള്ള ഓരോ പ്രശ്നങ്ങളുണ്ട്. കോവിഡുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, പോസ്റ്റ് കോവിഡ് ആയിട്ട് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യുകയും അതിന് കുട്ടികൾ ഇപ്പോൾ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ ഫൈനൽ ഇയർ കുട്ടികൾക്കായിട്ട് കഴിഞ്ഞ വർഷം നടത്തിയ പ്രോഗ്രാമിലാണെങ്കിലും എല്ലാ ഫൈനൽ ഇയർ കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായില്ല. അപ്പൊ അത് അങ്ങനെയുള്ള പാർട്ടിസിപ്പേഷൻ നമ്മൾ ഉറപ്പുവരുത്തിയാൽ മാത്രമേ, ഒന്നാമത് കൗൺസിലിംഗ് സെല്ലിന് നമുക്ക് ഫണ്ടിങ് ഒന്നുമില്ല. കഴിഞ്ഞ ഒരു പ്രോഗ്രാം ചെയ്തത് PTA ഫണ്ടിങ് യൂസ് ചെയ്തിട്ടാണ് ഒരു പ്രോഗ്രാം ചെയ്തത്. പക്ഷെ എല്ലാ പ്രോഗ്രാമിനും നമുക്ക് ഫണ്ടൊന്നും കിട്ടില്ല. അപ്പൊ നമ്മൾ കോണ്ടാക്ട് വെച്ചിട്ടായിരിക്കും നമ്മുടെ ഒരു കോണ്ടാക്ട് ലിസ്റ്റിൽ വരുന്ന ഒരു ഫ്രണ്ട് സർക്കിളിൽ വരുന്ന ആളുകളെ, ഐ മീൻ ഏബിൾ ആയിട്ടുള്ള ആളുകളായിരിക്കും. പക്ഷെ നമുക്ക് അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കാനൊന്നും ഉണ്ടാവാതെയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ വളരെ നല്ല രീതിയിൽ, ചിലപ്പോൾ ഫണ്ടോടുകൂടിയോ ഫണ്ടിങ് ഇല്ലാതെയോ നല്ല രീതിയിൽ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ കുട്ടികൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടാതെ വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതുകൊണ്ടാണ് എല്ലാ ക്ലാസ്സിന്റെയും ഓരോ റെപ്രസെന്റേറ്റീവിനെ വെച്ചിട്ട് നമ്മളിപ്പോൾ ഈ സെല്ലൊന്ന് ഫൈനലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഈ സെല്ലിന്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളുടെ തുടക്കം എന്ന നിലയിൽ നമുക്ക് ഇന്നത്തെ മീറ്റിങ്ങിനെ കാണാം. ഇതിന്റെ പുറകെ നമ്മൾ ഇനി എല്ലാ കുട്ടികളിലേക്കും ഈ സെല്ലിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നതിനായിട്ട് ആണ് അടുത്ത സ്റ്റെപ്പ്. അതിനുശേഷം ഫസ്റ്റ് ഇയേഴ്സ് വരെയാണ് 27th ന്യൂ അഡ്മിഷൻ സ്റ്റുഡൻസിന്റെ ക്ലാസ് തുടങ്ങുകയാണ്. ഈ സെപ്റ്റംബർ 27th എന്ന് പറയുന്നത് നെക്സ്റ്റ് വീക്ക്. അതിനുശേഷം ഒക്ടോബർ 4 ഫൈനൽ ഇയേഴ്സ് കോളേജിലേക്ക് തിരിച്ചു വരുന്നു ഓഫ്ലൈൻ ആയിട്ട്. 15 അല്ലെങ്കിൽ അതിന്റെ പിന്നെ 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും അടുത്ത സെക്കൻഡ് ഇയർ കുട്ടികളും കോളേജിലേക്ക് തിരിച്ചെത്തും. പിന്നീട് ഫസ്റ്റ് ഇയേഴ്സ് തന്നെയും കോളേജിലേക്ക് തിരിച്ചെത്തും. അങ്ങനെ ഓഫ്ലൈൻ ആയിട്ട് നേരിട്ട് ക്ലാസ് പഴയതുപോലെ ആരംഭിക്കാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ സെല്ലിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായിട്ടാണ് നിങ്ങൾ എല്ലാവരും സഹകരിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ടീച്ചർ കോർഡിനേറ്ററിൽ റോഷ്നി എലിസബത്ത് മിസ്സിനെ നിങ്ങളെ കുറച്ച് ഈ കൗൺസിലിങ്ങിനെ കുറിച്ചും സൈക്കോളജീന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ്സിനെ ക്ഷണിക്കുന്നു. താങ്ക് യു സി തോമസ്. എനിക്കറിയാം നിങ്ങൾ ഭയങ്കര ടയേർഡ് ആയിട്ടിരിക്കുന്ന ഒരു മൊമെന്റ് ആണ്. ക്ലാസ്സുകളെല്ലാം കഴിയുമ്പോൾ സ്ക്രീൻ ടൈം കുറേ ഉണ്ട്. സോ യു വിൽ ബി വെരി എന്താ പറയുക, ടയേർഡ് ആയിട്ടിരിക്കുന്ന ടൈമിലാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് വെച്ചേക്കണേ. ഗുഡ് ഈവനിങ് എവരി വൺ. അപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നമുക്ക് ഒരു ബ്രീത്തിങ് എക്സസൈസിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതൊരു ഇന്ററാക്റ്റീവ് സെഷനാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ എത്ര പേര് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ടീച്ചേഴ്സിന്റെ ഒരു വലിയ വിഷമമാണ് കുട്ടികൾ മര്യാദക്ക് റെസ്പോണ്ട് ചെയ്യണില്ല എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മളൊരു ക്ലോസ് ഗ്രൂപ്പാണ്, കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഫ്രീ ആയിട്ട് റെസ്പോണ്ട് ചെയ്യുക. ദർ ഇസ് നോ കറക്റ്റ് ആൻഡ് റോങ് ആൻസേഴ്സ്. ഇതിൽ ഒരു ശരി ഉത്തരം, ഒരു തെറ്റുത്തരം, ഞാൻ മണ്ടത്തരം പറയൂ, അങ്ങനെയൊന്നും ഇവിടെ ഇല്ല. സോ നിങ്ങൾ പറ്റുന്ന എല്ലാവരും റെസ്പോണ്ട് ചെയ്യുക, ഓപ്പണായിട്ട് റെസ്പോണ്ട് ചെയ്യുക. എന്നാലേ നമുക്ക് ഇത് എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ആർ യു അവെയർ ഓഫ് യുവർ ബ്രീത്തിങ്? നിങ്ങൾക്ക് അവെയർ ആണോ? നമ്മൾ ശ്വസിക്കുന്നത് നിങ്ങൾ അവെയർ ആണോ? മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊന്ന് ഇന്ററാക്ട് ചെയ്യൂ. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങൾ ബ്രീത്ത് ചെയ്യണത് നിങ്ങൾ അവെയർ ആണോ? ആർ യു അവെയർ ഓഫ് യുവർ ബ്രീത്തിങ്? ഇതൊന്ന് റെസ്പോണ്ട് ചെയ്യൂ വേഗം. നോ. അലീന, യെസ്. നെക്സ്റ്റ്. ഇടയ്ക്ക് മാത്രം. യെസ്, കറക്റ്റ്. ഇടയ്ക്ക് മാത്രം. സംടൈംസ്. യെസ്, സംടൈംസ്. യെസ്, നോ, യെസ്, യെസ്. അപ്പോൾ ശരിയാണ് നമ്മൾ പറയണത്. നമ്മള് വി ആർ അലൈവ് അല്ലെ? നമ്മൾ ജീവിച്ചിരിക്കണു എന്നുള്ളതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിഗ്നിഫിക്കന്റ് കാര്യമാണ് നമ്മൾ ബ്രീത്ത് ചെയ്യണു എന്നുള്ളത്. ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും നമ്മൾ എപ്പോഴും ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് സാഡ് ഫാക്ട്, നമ്മൾ ബ്രീത്ത് ചെയ്യണുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അവെയർ അല്ല. സംടൈംസ്. ഈ സംടൈംസ് എപ്പോഴാണ്? ആ സംടൈംസ് ഒന്ന് ഫിൽ ചെയ്യാമോ? എപ്പോഴൊക്കെയാണ് നമ്മൾ അറിയണേ നമ്മൾ ബ്രീത്ത് ചെയ്യണുണ്ടോ എന്നുള്ളത്? ആ സംടൈംസ് ഏതൊക്കെ ടൈമിലാണ് നമ്മൾ അവെയർ ആവണേ വി ആർ ബ്രീത്തിങ് എന്നുള്ളത്?
യെസ്, ശ്വാസം മുട്ടുമ്പോൾ വെൻ വി ആർ സഫോക്കേറ്റഡ്, നമുക്ക് ഭയങ്കരമായിട്ട് സഫോക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുമ്പോൾ ഇൻ ബ്രീത്തിങ്, യെസ്, നമുക്ക് ബ്രീത്തിങ്ങിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഒക്കെ നമ്മൾ അവെയർ ആവും. നമുക്ക് വി ആർ ദിസ് ബ്രീത്തിങ് എന്നാണ്. വേറൊരു സംഭവം ഉണ്ട്, വെൻ വി ഗെറ്റ് സം സ്മെൽ, നമുക്ക് ഇപ്പൊ സാനിറ്റൈസേഴ്സിന്റെ കാലല്ലേ, ഇപ്പൊ സാനിറ്റൈസർ സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് ആ മണം കിട്ടുന്നില്ലേ, അതെങ്ങനെയാ മണം മൂക്കിലേക്ക് തന്നെ? ബിക്കോസ് വി ആർ ഇൻഹെയിലിംഗ് ദ എയർ. ആ എയർ നമുക്ക് ഇൻഹെയിൽ ചെയ്യുമ്പോഴാണ്, അത് നമ്മളിലേക്ക് വലിക്കുമ്പോഴാണ് നമുക്ക് ആ സ്മെല്ല് കിട്ടുന്നത്, അല്ലെ? നല്ല ഡെലീഷ്യസ് ഡിഷസിന്റെ സ്മെല്ല് നമുക്ക് കിട്ടും, പൊട്ട സാധനങ്ങളുടെ മണം കിട്ടും. ഇതൊക്കെ നമുക്ക് എങ്ങനെ മണം കിട്ടണത്? ബിക്കോസ് ആ എയർ നമ്മൾ ശ്വസിക്കുന്നത് കൊണ്ടിട്ടാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഒന്ന് ബ്രീത്ത് ചെയ്ത് ഫ്രഷ് ആയിട്ടാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ ഭയങ്കര ഹെവി ലോഡഡ് ബ്രെയിൻ ഇതായിട്ട് ഇരിക്കുകയാണ്. കാലത്ത് മുതൽ കുറെ സ്ക്രീൻ ടൈം, നമ്മൾക്ക് കുറെ വർക്കുകൾ, പഠിക്കാനുള്ള കുറെ കാര്യങ്ങൾ, പല സബ്ജക്ട്സുകൾ നമ്മൾ കേട്ടു. അതിന്റെ ഇടയിൽ നമ്മൾ കുറെ മൾട്ടി ടാസ്കിങ്സ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ഭയങ്കര എക്സ്ട്രാ ഓവർ ലോഡഡ് ആയിട്ടിരിക്കുന്ന ബ്രെയിനിന് കുറച്ച് ഓക്സിജൻ കൊടുത്ത് ഒന്ന് ഫ്രഷ് ആക്കാൻ പോവാണ്. ബ്രീത്തിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകം അതാണ്, നമ്മൾ ഓക്സിജൻ കൊടുക്കുന്നത്. ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഓക്സിജൻ അങ്ങോട്ട് കൊടുക്കുകയാണ് ബ്രെയിനിലേക്ക്. അപ്പൊ ബ്രെയിനിലേക്ക് കൊടുക്കുമ്പോൾ കൂടുതൽ ബ്ലഡ് റൊട്ടേഷൻ, ബ്ലഡിന്റെ സർക്കുലേഷൻ നന്നായിട്ട് നടക്കും. ബ്രെയിനിൽ വേണ്ട ഓക്സിജൻ ചെല്ലുമ്പോൾ നമ്മൾ റിലാക്സ്ഡ് ആവും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആയിട്ടിരിക്കുന്ന മൊമെന്റ്സ്, ആൻസൈറ്റിയിലിരിക്കുന്ന സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഇപ്പൊ നിങ്ങൾക്ക് സ്റ്റേജ് ഫിയർ ഉള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ പറയാണ്, നിങ്ങളൊന്ന് പോയിട്ട് എന്താ പറയാ, ഒരു സ്പീച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഒരു സെമിനാർ എടുക്കണം. നിങ്ങൾ ഭയങ്കര ടെൻഷനാണ്, നിങ്ങളുടെ ഹൃദയം ഇടിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം, പൊട്ടിപ്പോകുന്നുള്ള ഹൃദയം ഇടിപ്പ് വരെ ഉണ്ട്. അപ്പൊ പറഞ്ഞു കേട്ടല്ലോ, ടേക്ക് എ ഡീപ് ബ്രീത്ത്, നന്നായിട്ടൊന്ന് ഡീപ് ബ്രീത്ത് എടുക്കൂ, റിലാക്സ്, ഡീപ് ബ്രീത്ത് എടുക്കൂ എന്ന് പറയും. സോ എന്തിനാണ് ഈ ഡീപ് ബ്രീത്ത് എടുക്കണേ? നമ്മൾ ഈ ടെൻസ്ഡ് മൊമെന്റിൽ ഇരിക്കുമ്പോൾ കുറെ ഹോർമോൺസ് ആക്ടിവേറ്റ് ആയിട്ട്, ആ ഹോർമോൺസിന്റെ എഫക്റ്റ് കൊണ്ടിട്ടാണ് നമ്മുടെ ശരീരത്തിൽ ഈ ടെൻഷനും അതുപോലെ പാൽപിറ്റേഷൻ, ഹൃദയം ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഇരിക്കല്, സ്വെറ്റിങ്, കയ്യിലൊക്കെ സ്വെറ്റ് ചെയ്യും നമ്മൾ ടെൻഷൻ അടിച്ചിട്ട്. അയ്യോ അടുത്തത് ഞാനാണല്ലോ കയറണ്ടേ, കൈ വറക്കാൻ തുടങ്ങും, ഷിവറിങ്, ചിലപ്പോൾ കാല് മൊത്തം മുട്ട് കൂട്ടിയിടിക്കണു എന്നൊക്കെ പറയില്ലേ. ഇതൊക്കെ ഹോർമോണൽ എഫക്റ്റ് ആണ്, നമ്മൾ ഈ ഒരു ടെൻഷൻ വന്നു കഴിയുമ്പോൾ ഉണ്ടാവുന്ന സാധനങ്ങളാണ്. ആ സമയത്ത് നമ്മൾ ഇത്തിരി വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ ഡീപ് ബ്രീത്ത് എടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാല്, ഈ ഒരു സർക്കുലേഷനിലേക്ക് എക്സ്ട്രാ എയർ ചെന്ന്, ഓക്സിജൻ ചെന്ന് കഴിയുമ്പോൾ ഈ ഹോർമോൺസിനെയൊക്കെ ഒന്ന് ഡൗൺ ചെയ്യും. അത് അതിന്റെ പീക്ക് മൊമെന്റിൽ ഇരിക്കുകയായിരിക്കും, അതൊന്ന് ഡൗൺ ചെയ്യും, അതിനൊന്ന് സപ്രസ് ചെയ്യും. സോ വി കം ടു ദ നോർമൽ പൊസിഷൻ, നമ്മൾ നമ്മുടെ നോർമൽ ഇതിലേക്ക് വരും. അപ്പൊ എപ്പോഴും ഓർക്കുക, നമ്മൾ എപ്പോഴെങ്കിലും ഭയങ്കര ടെൻസ്ഡ് ആയിട്ടിരിക്കുന്ന മൊമെന്റ് ഉണ്ടാവും. എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് നമുക്ക് അറിയില്ല, ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയില്ല, നമുക്ക് ടെൻഷൻ ആവാം, കൈയൊക്കെ വിറക്കാണ്. റിലാക്സ്, നമ്മൾ അവിടെ ഇരുന്നിട്ട് ഒന്ന് ഡീപ് ബ്രീത്ത് എടുക്കാം, പറ്റുമെങ്കിൽ വെള്ളം കുടിക്കുക. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആ സർക്കുലേഷൻസ് വരും, നമ്മുടെ ഹോർമോൺസ് സിക്രീഷൻ അവിടെ നടക്കും. ഈ നമുക്ക് ഉറക്കം വരുമ്പോൾ യോണിങ് വരില്ലേ, കൊട്ടുവായ വരില്ലേ, അതെന്തുകൊണ്ടാണെന്നറിയോ? കൊട്ടുവായ വരുന്നത് എന്തുകൊണ്ടാ? നമ്മൾ ഉറക്കം വരുമ്പോൾ എന്താണ്? ഓക്സിജൻ കിട്ടാത്തത് കൊണ്ട് നമ്മുടെ ഓക്സിജൻ ലെവല് ബ്രെയിനിൽ കുറയണോണ്ടിട്ടാണ് നമുക്ക് ആ എക്സസ്. അപ്പൊ സാധാരണ ശ്വസിക്കുന്ന ഓക്സിജൻ പോരാ, വി നീഡ് ഇറ്റ് ഇൻ എക്സ്ട്രാ, കൂടുതൽ വേണം. അതുകൊണ്ടിട്ടാണ് നമുക്ക് ഈ കോട്ടുവായ വരുമ്പോൾ നമ്മൾ വായും കൂടെ തുറക്കാണ്. സോ കൂടുതൽ ടയർഡ് ആവുമ്പോഴാണ്, ജസ്റ്റ് ബ്രെയിനിൽ ഓക്സിജൻ കുറയുമ്പോഴാണ് നമ്മൾ ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നത്, ഡിസിനെസ് ഫീൽ ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ വായ തുറന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ നോസിൽ കൂടെ മാത്രമല്ല, വായ കൂടെ കൂടുതൽ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. അത് അപ്പോൾ ബ്രെയിനിൽ ചെല്ലും, ഓക്സിജൻ സപ്ലൈ നടക്കും. അപ്പൊ നമുക്ക് മൈൻഡ്ഫുൾ ബ്രീത്തിങ് ആണ് വേണ്ടത്. എന്ന് വെച്ചാല് നിങ്ങൾ ആശ്വസിക്കുന്നത് മൂക്കിൽ നിന്ന് അതെടുത്ത് നിങ്ങളുടെ അത് പോകുന്ന ആ ഒരു ഇത് ഇമാജിൻ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ അത് അവെയർ ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ബോഡി പൊങ്ങുന്നതും താഴുന്നതും നിങ്ങൾ ഫീൽ ചെയ്യണം. ഓക്കെ,
അപ്പോൾ നിങ്ങൾ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുക, നടു സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. കസേരയിലാണ് ഇരിക്കണമെങ്കിൽ നടു സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക, വളഞ്ഞിരിക്കാതെ ഇറക്റ്റ്, നിങ്ങളുടെ ഇറക്റ്റ് പൊസിഷനിലിരിക്കുക. ഇറക്റ്റ് പൊസിഷനിലിരിക്കുക. നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യേണ്ട മൊബൈലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും വെക്കാൻ പറ്റുന്ന രീതിയിൽ വെക്കുക. ഇറക്റ്റ് പൊസിഷനിലിരിക്കുക. കാലുകൾ ലൂസ് ആക്കിയിടുക. ഇഫ് യു ക്യാൻ അത് ആ ഫ്ലോറിൽ ഒന്ന് ടച്ച് ചെയ്ത് ആ ഫ്ലോറിന് ഒന്ന് ഫീൽ ചെയ്യൂ. ടോസും ഹീൽസും ഒക്കെ ആ ഫ്ലോറിൽ ടച്ച് ചെയ്യണതൊന്ന് റിയലൈസ് ചെയ്യൂ. ആ കാലിന്റെ ടോസ് ഒക്കെ ആ തറയിൽ മുട്ടുന്നത്, അതിന്റെ ആ സ്പർശനം ഒന്ന് റിയലൈസ് ചെയ്യൂ. അതൊന്ന് റിയലൈസ് ചെയ്യൂ. ഇറ്റ് ഈസ് ഗ്രൗണ്ടിങ് ടെക്നിക്കാണ്. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഒന്ന് പലപ്പോഴും നമ്മൾ താഴത്ത് നടക്കുന്നുണ്ടെങ്കിലും വി ആർ നോട്ട് റിയലൈസിങ്. കാലും എന്തെങ്കിലും കുത്തിക്കൊള്ളുമ്പോഴാണ് നമ്മൾ അത് റിയലൈസ് ചെയ്യണേ നമ്മൾ നടക്കുന്നുണ്ട്, നമ്മൾ തറയിൽ എന്തോ ഉണ്ട് എന്നുള്ളത്. അതർവൈസ് നമ്മൾ ഇതൊന്നും ബോധേഡ് അല്ല. നമ്മൾ നടക്കുമ്പോഴൊന്നും നമ്മൾ ബോധേഡ് അല്ല. അപ്പോൾ ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ ആ ഒരു സ്മൂത്ത് സർഫസ് നിങ്ങൾ റിയലൈസ് ചെയ്യും. നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കൂ. കാലിന്റെ ടോസ് 5 ടോസും അവിടെ പതിയുന്ന ഒരു ഫീല്, അതുപോലെ തന്നെ ഹീൽസ് തറയിൽ വരുന്ന ഒരു ഫീല് നിങ്ങൾ റിയലൈസ് ചെയ്യൂ. ഇനി നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഹാൻഡ്, പോസിബിളി ലെഫ്റ്റ് ഹാൻഡ്, അല്ലെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ വയറ്റിൽ വെക്കൂ. നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളുടെ ശ്വസിക്കുന്ന അനുസരിച്ചിട്ട് നിങ്ങളുടെ സ്റ്റൊമക്ക് പൊങ്ങും താഴെയും ചെയ്യുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ടാവും. നിങ്ങളുടെ സ്റ്റൊമക്ക് പൊങ്ങും താഴെയും ചെയ്യുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയണം. കോൺസെൻട്രേറ്റ് ഓൺ യുവർ ബ്രീത്തിങ്. ഓക്കെ, നമ്മൾ ബ്രീത്തിങ്ങിൽ മാത്രമാണ് ഇനി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്, ചുറ്റുപാടുള്ള ഒന്നിലും അല്ല. ക്ലോസ് യുവർ ഐസ്, ക്ലോസ് യുവർ ഐസ്. അപ്പോൾ വേറെ ഒന്നിലും നമ്മൾ ഡീവിയേറ്റഡ് ആയി പോവില്ല. ക്ലോസ് യുവർ ഐസ്, റിലാക്സ്. നിങ്ങൾ നിങ്ങളുടെ ബോഡി ഇറക്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത് ഓർക്കുക. അപ്പോൾ ആ ബാക്ക് പൊസിഷൻ എന്ത് സർഫസിലാണോ നിങ്ങൾ ചാരി ഇരിക്കുന്നത് ആ സർഫസിനോട് നിങ്ങളുടെ ബോഡി ചേർന്നിരിക്കുന്നത് നിങ്ങൾ ഫീൽ ചെയ്യുക. നിങ്ങളുടെ ടോസ്, നിങ്ങളുടെ ഹീൽസ് തറയിൽ തട്ടി ഇരിക്കുന്നത്, ആ ടച്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഫീൽ ചെയ്യുക. നിങ്ങളുടെ കൈ നിങ്ങളുടെ വയറ്റത്തിൽ വെച്ചിട്ടുണ്ട്, സ്റ്റൊമക്കിൽ വെച്ചിട്ടുണ്ട്. യു ഫീൽ ദാറ്റ്. Now on the count we are going to inhale and exhale. Okay, അപ്പോൾ 1 2 3 ഞാൻ കൗണ്ട് ചെയ്യും. ഇൻഹേൽ പറയും, ഹോൾഡ് പറയും. കുറച്ച് നേരം നമ്മളത് ശ്വസനം ഇങ്ങനെ പിടിച്ചു വെക്കാം, എന്നിട്ട് എക്സെയിൽ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു ശ്വാസം വലിക്കുന്നത് ഓർക്കാം, അത് സെൻസ് ചെയ്യുക. നമ്മുടെ സ്റ്റൊമക്ക് വരണം, പൊങ്ങുകയും താഴെയും ചെയ്യുന്നത് സെൻസ് ചെയ്യുക. നമ്മുടെ ഇൻഹേൽ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റൊമക്ക് പുറത്തോട്ട് വരാൻ ശ്രമിക്കണം. സാധാരണ നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റൊമക്ക് ഉള്ളിലോട്ടാ പോവാറ്. ഒന്ന് നോക്കിക്കോ, ഒരു ട്രയൽ ചെയ്തേ. നിങ്ങൾ ഒന്ന് ഇൻഹേൽ ചെയ്തേ. ബ്രീത്ത് ഇൻ, കൈ സ്റ്റൊമക്കിൽ വെച്ചിട്ടുണ്ടാവണം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? നിങ്ങളുടെ സ്റ്റൊമക്ക് ബ്രീത്ത് ഇൻ ചെയ്തപ്പോൾ പുറത്തോട്ടാണോ വന്നത് അല്ലെങ്കിൽ ഉള്ളിലോട്ടാണോ പോയത്? മിക്കവരുടെയും സ്റ്റൊമക്ക് ഉള്ളിലോട്ടായിരിക്കും പോയിട്ടുണ്ടാവാം അല്ലേ? നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റൊമക്ക് ഉള്ളിലേക്ക് പോയ ഫീൽ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. പുറത്തേക്ക് വിടുമ്പോഴാണ്, ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോഴാണ് സ്റ്റൊമക്ക് എൻലാർജ് ചെയ്ത് അല്ലെങ്കിൽ പുറത്തോട്ട് വരുന്ന ഫീൽ ചെയ്യണേ. ദാറ്റ് ഇസ് നോട്ട് ദ കറക്റ്റ് ഫോം ഓഫ് ബ്രീത്തിങ്. ശരിക്കുള്ള ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ ബെല്ലി ബ്രീത്തിങ് ആണ്. കുഞ്ഞു കുട്ടികൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അവരുടെ വയറ് ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊങ്ങിയും താഴ്ന്നും വരും. കുഞ്ഞു കുട്ടികൾ ഉറങ്ങാൻ കണ്ടിട്ടൊക്കെ. ദാറ്റ് ഈസ് എ കറക്റ്റ് ഫോം ഓഫ് ബ്രീത്തിങ്. നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റൊമക്ക് പുറത്തോട്ട് വരാൻ, സ്റ്റൊമക്കിൽ ഒരു ബലൂൺ ഉണ്ടെന്ന് ഫീൽ ചെയ്യുക. ഒരു ബലൂൺ വീർപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ബലൂൺ വീർപ്പിക്കണമെങ്കിൽ ബലൂണിന്റെ ഉള്ളിലോട്ട് എയർ കൊടുക്കണം. അപ്പോൾ നമ്മൾ കറക്റ്റ് ഫോം ഓഫ് ബ്രീത്തിങ്ങിൽ നമ്മൾ സ്റ്റൊമക്ക് ബ്രീത്ത് ചെയ്യുമ്പോൾ പുറത്തോട്ടാണ് വരേണ്ടത്. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ അത് ഉള്ളിലോട്ട് പോകണം. സോ ഇമാജിൻ നിങ്ങളുടെ വയറ്റിൽ ഒരു ബലൂൺ ഉണ്ടത്. ദർ ഇസ് എ ബലൂൺ ഇൻ യുവർ ബെല്ലി. ആ ബലൂൺ നമ്മൾ വീർപ്പിക്കാൻ പോവാണ്. സോ എവറി ഇൻടേക്ക് ഓഫ് എയർ, ഓരോ പ്രാവശ്യം നമ്മൾ എയർ ഉള്ളിലോട്ട് എടുക്കുമ്പോഴും വി ആർ ബ്ലോയിങ് ദാറ്റ് ബലൂൺ. ആ ബലൂൺ വീർപ്പിക്കുകയാണ്. ഓരോ പ്രാവശ്യം
എയർ പുറത്തോട്ട് വിടുമ്പോഴും നമ്മൾ ആ ബലൂണിൽ കാറ്റ് ഊതിക്കളയാം. ഓക്കെ, വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട്. ഇൻഹേൽ 1 2 3, ഹോൾഡ്. ശ്വാസം വിടാതെ കുറച്ചു നേരം അവിടെ പിടിച്ചു വെക്കുക. എക്സേൽ 1 2 3 4 5 6. Inhale 1 2 3 4, hold. Exhale 1 2 3 4 5 6. Inhale 1 2 3 4 5. Exhale, hold. Exhale 1 2 3 4 5 6. Relax. You can open your eyes. You can open your eyes. Relax. നിങ്ങൾക്ക് ബ്രീത്ത് ചെയ്യുന്നത് മനസ്സിലായോ? നിങ്ങൾ ഫീൽ ചെയ്തോ നിങ്ങളുടെ ബ്രീത്തിങ്? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. നിങ്ങൾ ബ്രീത്ത് ചെയ്യണത് നിങ്ങൾക്ക് യെസ് അല്ലേ? ബ്രീത്ത് ചെയ്യണത് മാത്രമേ നിങ്ങൾക്ക് ഫീൽ ചെയ്തോളൂ? നിങ്ങളുടെ കാല് ഫ്ലോറിൽ മുട്ടിയിരിക്കുന്നത് നിങ്ങൾ ഫീൽ ചെയ്തോ? ഓക്കെ, ഇനി ഇത് നമ്മളൊരു ടെക്നിക്കാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ബോർ ഫീൽ ചെയ്യാണ്, നിങ്ങൾക്ക് ടയർഡ്നെസ് ഫീൽ ചെയ്യാണ്, നിങ്ങൾക്കൊന്നും മനസ്സിലാവണില്ല, എല്ലാം തലയുടെ മുകളിൽ കൂടെ പോകുന്ന ഫീൽ ചെയ്യാണ്. അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇരുന്ന് ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ് ഈ ബ്രീത്തിങ്. ആരും അറിയില്ല, ശ്വസിക്കുന്നത് ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. വേറെ അഭിപ്രായങ്ങൾ കാണിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചെന്ന് വരും. പക്ഷെ ഇത് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ഇരുന്ന് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ആരുടെയും ശ്രദ്ധ പെട്ടാതെ തന്നെ ചെയ്യാൻ കഴിയണമാണ്. സോ എനി സിറ്റുവേഷൻ, ഏത് സിറ്റുവേഷനിലായാലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വായ ഡ്രൈ ആവുന്ന സിറ്റുവേഷനിൽ ടെൻഷനൊക്കെ വന്നിട്ട് ഇപ്പൊ എക്സാം ഹോളിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും സെമിനാർ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് വായ ഡ്രൈ ആവാണ്, നമ്മുടെ കയ്യിൽ വെള്ളമില്ല, വി ഡോണ്ട് ഹാവ് വാട്ടർ, പെട്ടെന്ന് പോയി വെള്ളം എടുക്കാനുള്ള സമയമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാല് നമ്മുടെ നാക്കിന്റെ രണ്ട് സൈഡും അണപ്പല്ലുകൾ വെച്ചിട്ടൊന്ന് കടിച്ച്, നിങ്ങളുടെ നാക്കിന്റെ രണ്ട് സൈഡും അണപ്പല്ലുകൾ വെച്ചിട്ടൊന്ന് കടിച്ച് സലൈവ സിക്രീറ്റ് ചെയ്തോ? യെസ് ഓർ നോ? സലൈവ സിക്രീറ്റ് ചെയ്തോ? യെസ്. അപ്പൊ ടെൻഷനായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ വായ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും. നമ്മുടെ വായൊക്കെ ഭയങ്കര ഡ്രൈ ഫീൽ ആവും. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന, വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഇങ്ങനെ നാക്കിന്റെ രണ്ട് ഇതിലും അവിടെ സലൈവ ഗ്ലാൻഡ് ഇത് ചെയ്യാനാണ്. സലൈവ ഗ്ലാൻഡ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ ഒന്ന് നമ്മൾ കടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് സ്പോർട്സുകാർക്കൊക്കെ ഭയങ്കര ഇതുള്ളതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ഒളിമ്പിക്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇവന്റ് നിങ്ങൾ കറക്റ്റായിട്ട് വ്യൂ ചെയ്യണമെങ്കിൽ അവര് ഓട്ടത്തിന് ഒരു ട്രയൽ അല്ലെങ്കിൽ ലോങ് ജമ്പോ ഹൈ ജമ്പോ എന്തെങ്കിലുമൊക്കെ പോകുന്നതിന് മുന്നേ അവരവിടെ വാർമിംഗ് അപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ബ്രീത്ത് ചെയ്യണ്ടാവും. അവർക്ക് അതൊരു അവർ ആ ടെൻഷൻ കുറക്കാനും ഗ്രൗണ്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ നമുക്കും ഇത് ഏത് സമയത്തും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി കമ്മിങ് ടു ദ പോയിന്റ്, നമ്മളുടെ ഇതിലേക്ക് കിടക്കാം. കൗൺസിലിംഗ് ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കൗൺസിലിംഗ് ആവശ്യമുള്ളതാണെന്ന്? അതിന് ഞാനൊരു കാര്യം പറയാം. ഓക്കെ, നമുക്ക് പല സമയത്തും കുറെ ഭയങ്കര ഇമോഷൻസിലൂടെ നമ്മൾ കടന്നു പോവുമായിരിക്കും.
അപ്പൊ ചില സമയത്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇതൊക്കെ ഒന്ന് ആരോടെങ്കിലും പറഞ്ഞിരുന്നു വെച്ചെങ്കിലും ഒന്ന് സമാധാനമായാനെ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യം, അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കരുത്, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട് ആരെങ്കിലും വന്നപ്പോഴേക്കും നിങ്ങളുടെ ദേഷ്യം മുഴുവൻ ആ ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞു, അല്ലെങ്കിൽ സിനിമയിലെങ്കിലും കണ്ടിട്ടുണ്ടാവും, ഹോ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ആശ്വാസമായതെന്നൊക്കെ പറയും. കോമിക്കൽ ആയിട്ടുള്ള സീൻസ് ഫിലിമിൽ കണ്ടിട്ടുണ്ടാവും. ഭയങ്കരമായിട്ട് ചൂടായി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സംഭവമൊക്കെ വന്നു, അതേ എപ്പോഴാണ് ആശ്വാസമായെന്ന് പറയും. അല്ലെങ്കിൽ മറ്റേ ഒരു ഫണ്ണി കോമിക്കൽ സീൻ ഉണ്ട്, നമ്മുടെ രസതന്ത്രത്തിലാണെന്ന് തോന്നുന്നു, സീക്രട്ട് ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇന്നസെന്റ് ആണോ ആർക്കും ഭയങ്കരമായിട്ട് സീക്രട്ട് പറയാതിരിക്കാൻ പറ്റണില്ല, അത് പെണ്ണാണെന്ന് പറയാതിരിക്കാൻ പറ്റണില്ല, എന്നിട്ട് ഒരു ഒഴിഞ്ഞ മലയിൽ പോയിട്ട് ഇരുന്നിട്ട് ഒച്ചത്തിൽ വിളിച്ച് പറയണ ഒരു സംഭവം കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ചില സമയത്ത് നമ്മളുടെ അവസ്ഥ അങ്ങനെയാണ്. എന്താ വെച്ചാല് നമുക്ക് ഈ ഫീലിങ്സും നമ്മുടെ ഇമോഷൻസും ഒക്കെ നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ വന്ന് നിൽക്കും. പക്ഷെ അത് വെന്റ് ഔട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ ഒരു റിലാക്സേഷൻ കിട്ടുള്ളൂ. ചില സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് വേണ്ടി വരും. ഓക്കെ, മൂവീസിന്റെ പേരുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചില സമയത്ത് നമുക്ക് വിചാരിക്കും എന്നാ ആരെങ്കിലും കേട്ടാൽ മതി, നമുക്ക് ഇതൊന്ന് വെന്റ് ഔട്ട് ചെയ്താൽ മതി. അവിടെ ഇന്നസെന്റ് ആയിട്ടിന് ആരെങ്കിലും കേൾക്കണം എന്നുണ്ടായിരുന്നോ? അതൊന്ന് വെന്റ് ഔട്ട് ചെയ്താൽ മതി, തിരിച്ച് ആരെങ്കിലും ഒന്നും പറയണം അങ്ങനെ ഒന്നും അതില്ലേ. അപ്പൊ നമുക്കിത് ആരെങ്കിലും ഒന്ന് കേട്ട് ആരോടെങ്കിലും ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ വി വിൽ ബി റിലാക്സ്ഡ്. ഇത് ഒരു എക്സ്പേർട്ടിന്റെ അടുത്താണ് പറയണമെങ്കിൽ വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഈസ് നമുക്ക് വേണ്ട പ്രാക്ടിക്കൽ ടിപ്സ് കിട്ടും. ചിലപ്പോൾ നമ്മൾ ഭയങ്കര ബ്ലോക്ക്ഡ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്കത് പുറത്ത് പറയാൻ പറ്റണില്ല, എങ്ങനെ പറയണം എന്നറിയില്ല, അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ അടുത്താണ് പറയണമെങ്കിൽ അവർക്ക് അതിൻ്റെതായ ടെക്നിക്കിലൂടെ നിങ്ങളെ കൊണ്ടുപോകാനും നിങ്ങളെ കൊണ്ടിട്ട് തന്നെ അത് പറയിപ്പിക്കാനും ഈ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു റിലാക്സേഷൻ കിട്ടാനും കഴിയും. ഞാനൊരു ടെക്നിക്ക് പറയാം. ക്യാൻ യു സീ ദിസ്? ഇത് കാണാൻ കഴിയണമല്ലോ നിങ്ങൾക്ക്? ഐ ഹോപ്പ് യു ക്യാൻ സീ ഇറ്റ് അല്ലേ? ഇതെന്താണ് എൻ്റെ കയ്യിലുള്ളത്? What is there in my hand? A glass of water. Yes, glass of water. ഇതിന്റെ വെയിറ്റ് എത്രയായിരിക്കും? ഗ്ലാസ് ആൻഡ് എ വാട്ടർ, എ ഫ്യൂ വാട്ടർ ഉണ്ട്, നോട്ട് ഫുൾ. അപ്പൊ ഇതിന്റെ വെയിറ്റ് എത്രയായിരിക്കും? ഒന്ന് ജസ്റ്റ് അസ്യൂം ചെയ്യൂ. ഈ ഒരു ഗ്ലാസും, നിങ്ങൾക്ക് ഗ്ലാസ് കാണാലോ, ഇതൊരു ഗ്ലാസ്, ആൻഡ് ഇതിൽ അധികം വെള്ളമൊന്നുമില്ല, കുറച്ച് വെള്ളം. ഇതിൽ എത്ര വെയിറ്റ് ഉണ്ടാവും? 100 grams. ഓക്കെ, 100 grams. എനിക്ക് ഈ 100 grams പൊക്കുന്നത് വലിയ എഫേർട്ടാണോ? ഈ 100 grams ഇങ്ങനെ പിടിക്കുന്നത് എനിക്ക് ഭയങ്കര എഫേർട്ടുള്ള കാര്യമാണോ? 10 കിലോ പൊക്കുന്ന പോലെയാണോ ഞാൻ? അല്ല. ഓക്കെ, ഫൈൻ. ഞാനിങ്ങനെ പിടിക്കുകയാണ്. ഓക്കെ, 10 ഗ്രാം 100 ഗ്രാം ഉള്ള ഒരു ഗ്ലാസ് ഞാനിങ്ങനെ പിടിക്കുകയാണ്. ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരു 20 മിനിറ്റ് പിടിച്ചു. എനിക്ക് പിടിക്കാൻ പറ്റുമോ? 20 മിനിറ്റ് ഈ ഗ്ലാസ് ഞാനിങ്ങനെ പിടിച്ചു. ഒരു 100 ഗ്രാം ഉള്ള ഗ്ലാസ് 20 മിനിറ്റ് ഞാനിങ്ങനെ പിടിച്ചു. വലിയ പ്രശ്നമൊന്നുമില്ല, എനിക്ക് പിടിക്കാൻ പറ്റും അല്ലേ? ഞാൻ 1 മണിക്കൂർ ഈ ഗ്ലാസ് ഇങ്ങനെ പിടിച്ചാലോ? വലിയ പ്രശ്നമില്ല. ചിലപ്പോൾ എനിക്ക് 1 മണിക്കൂർ ഇത് പഠിച്ചെന്ന് വരാൻ പറ്റും. ഇമാജിൻ മീ ഹോൾഡിങ് ഇറ്റ് ഫോർ ദ ഹോൾ ഡേ. 24 മണിക്കൂർ, യെസ്, പെയിൻ എടുക്കും. 24 മണിക്കൂർ ഞാൻ ഈ ഗ്ലാസ് ഒരു സപ്പോർട്ടും ഇല്ല എന്ന് വിചാരിക്കണം. എനിക്കൊരു സപ്പോർട്ടില്ല, ഇങ്ങനെ വെക്കണില്ല. നിങ്ങൾക്ക് കാണാം, ഞാൻ ഒരിടത്തും സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാനിത് കയ്യിൽ ഇങ്ങനെ വെറുതെ പിടിച്ചിട്ടിരിക്കുകയാണ്. ഒരു 100 ഗ്രാം ഉള്ള ഇതാണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്തു. ഓക്കെ, ഒരിടത്തും സപ്പോർട്ട് ചെയ്തിട്ടില്ല, ഞാനിങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഞാനിത് പിടിച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ എഫക്ട്? എൻ്റെ കൈയുടെ അവസ്ഥ എന്തായിരിക്കും? കൈ വറക്കാൻ തുടങ്ങും. 1 മണിക്കൂർ വേണ്ട, 1 മണിക്കൂർ കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ ഒന്നും ആവേണ്ട, അതിന് മുന്നേ കൈ വറക്കാൻ തുടങ്ങും. നിങ്ങൾ നിങ്ങളുടെ കൈ തന്നെ കുറച്ചു നേരം ഒന്ന് അങ്ങനെ എന്തെങ്കിലും സ്ട്രെച്ച് ചെയ്ത് പിടിച്ചു നോക്കൂ. കുറച്ചു നേരം കഴിയുമ്പോൾ ഇത് വറക്കാൻ തുടങ്ങും, ഷിവർ ചെയ്യാൻ തുടങ്ങും, മരവിക്കാൻ തുടങ്ങും. ഈ 10 ഗ്രാം 100 കിലോ പോലെ തോന്നും, അല്ലെങ്കിൽ 100 ഗ്രാം 100 കിലോ പോലെ എനിക്ക് തോന്നില്ലേ?
24 മണിക്കൂർ ഞാൻ ഈ ഗ്ലാസ് ഇങ്ങനെ തന്നെ പിടിച്ചുകൊണ്ട് നിന്നാല് 100 ഗ്രാം കിലോ ഉള്ള അല്ലെങ്കിൽ 100 ഗ്രാം ഉള്ള സാധനം എനിക്ക് 100 കിലോ പോലെ തോന്നും. ഇനി ഇതിൽ നിന്ന് റിലാക്സ് ആവാനായിട്ട് ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ഇതിൽ നിന്ന് എങ്ങനെ എനിക്ക് റിലാക്സ്ഡ് ആവാൻ പറ്റും? ഇതിൽ നിന്ന് തിരിച്ചു വെക്കണം. യെസ്, ഞാനത് തിരിച്ചു വെച്ചാൽ കഴിഞ്ഞു അല്ലെ? ഗ്ലാസ് താഴെ വെക്കണം. ഓക്കെ, ഇപ്പൊ ഞാൻ കുറച്ചു നേരെ പിടിച്ചുള്ളൂ, എനിക്കിത് ഗ്ലാസ് താഴെ വെക്കാൻ പറ്റി. ഞാൻ 24 മണിക്കൂർ കയ്യിൽ ഇത് ഇങ്ങനെ തന്നെ പിടിച്ചുകൊണ്ട് നിൽക്കാണ്. 24 മണിക്കൂർ ഞാൻ ഈ കയ്യിൽ ഇത് തന്നെ പിടിച്ചുകൊണ്ട് നിൽക്കാണ്. എന്റെ കൈ ആകെ മരവിച്ച് ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ ഇറ്റ് വോണ്ട് ബി പോസിബിൾ ഫോർ മീ ടു മൂവ് മൈ ഹാൻഡ്. എന്റെ കൈ എനിക്ക് നീക്കാനുള്ള ഒരു ഇതുണ്ടാവില്ല, മരവിച്ചിരിക്കും. അപ്പൊ എന്താ ചെയ്യാൻ പറ്റാ? അപ്പൊ എനിക്ക് എന്താ ചെയ്യാൻ പറ്റാ? താഴ്ത്തിട്ടത് പൊട്ടിപ്പോകൂലേ? താഴ്ത്തിട്ട പൊട്ടിപ്പോകൂലേ? ആ ഗ്ലാസ്സിലെ വെള്ളം കുടിക്കണം. ഓക്കെ, പക്ഷെ എനിക്കിത് മൂവ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഇത് നിങ്ങൾ ഇപ്പൊ നമ്മൾ ഇത് പിടിച്ചേക്കുന്ന പോലെയല്ല. 24 hours നമ്മൾ ഒരു പൊസിഷനിൽ നോക്കുമ്പോൾ ഇതൊക്കെ സ്റ്റിഫായിട്ട് ഇതിങ്ങനെ തന്നെ ഇരിക്കുകയായിരിക്കും. ദ ബെസ്റ്റ് തിങ് ഈസ് വി ക്യാൻ ആസ്ക് someone else to take it from us. അല്ലേ? വേറൊരാളോട് ഈ ഗ്ലാസ് ഒന്ന് പിടിക്കുമെന്ന് നമുക്ക് ചോദിക്കാലോ. ആൻഡ് വി ക്യാൻ റിലാക്സ് അവർ ഹാൻഡ്. വേണമെങ്കിൽ ഒരു മസാജ് തരാൻ പറയാം. കൈ മരവിച്ച് ആകെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഒന്ന് പിടിച്ച് ഇങ്ങനെ നേരെ ആക്കാൻ പറയാം അല്ലേ? ആൻഡ് വി വിൽ ബി നോർമൽ. ഇതുപോലെയാണ് നമ്മുടെ മനസ്സിലുള്ള പല തോട്ട്സും പല ടെൻഷൻസും നമ്മളുടെ ഉള്ളിലുള്ളത്. വെറും 10 ഗ്രാം അല്ലെങ്കിൽ 100 ഗ്രാം ഉള്ള കാര്യമായിരിക്കും. പക്ഷെ നമ്മളിത് ആരോടും പറയണില്ല. ഇതെങ്ങനെ പറഞ്ഞാല് അവരെന്നെ പറ്റി എന്ത് വിചാരിക്കും, എൻ്റെ അപ്പയും അമ്മയും എന്നെ പറ്റി എന്ത് വിചാരിക്കും, എൻ്റെ മിസ് പിന്നെ എന്നെ കാണുന്നത് വേറെ രീതിയിലായിരിക്കും, എൻ്റെ ഫ്രണ്ട്സ് എന്നെ കൊള്ളില്ല എന്ന് വിചാരിക്കും, ഞാനിത് എങ്ങനെ പറയും എന്നൊക്കെയുള്ള ചിന്തയില് ഈ 10 ഗ്രാമുള്ള സാധനമായിരിക്കും. നമ്മളിത് ആരോടും പറയണില്ല. നമ്മൾ 24 മണിക്കൂറല്ല, ചിലപ്പോൾ 1 വർഷം 2 വർഷം അല്ലെങ്കിൽ 1 മാസം 2 മാസം 3 മാസം ഇത് നമ്മൾ നമ്മുടെ തലയിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കും. ഇറ്റ് സ്റ്റാർട്ട്സ് എഫക്റ്റിംഗ് അസ്. നമ്മൾക്ക് ഉറക്കുണ്ടാവില്ല, നമ്മുടെ ഭക്ഷണത്തിന് ഇത് ബാധിക്കും, നമ്മളുടെ പഠനത്തിനെ ബാധിക്കും, നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ലൈഫ് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, നെഞ്ചത്ത് ഭയങ്കര ബേർഡൻ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. വെറും 10 ഗ്രാമുള്ള അല്ലെങ്കിൽ 100 ഗ്രാമുള്ള സാധനം ഞാൻ 24 മണിക്കൂർ ഇങ്ങനെ പിടിച്ചപ്പോൾ എനിക്കത് 100 കിലോഗ്രാമായിട്ട് തോന്നി. അതുപോലെയാണ് നമ്മുടെ മനസ്സിലുള്ള തോട്ട്സും. അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്ക് തന്നെ ഇത് താഴ്ത്തു വെക്കാൻ പറ്റണം. പക്ഷെ ഇതിന്റെ അളവ് കൂടും തോറും, ദിവസങ്ങൾ കൂടും തോറും, ഇതിന്റെ നമുക്കുള്ള എഫക്റ്റ് കൂടും തോറും നമുക്ക് ഒറ്റക്ക് ഇത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എൻ്റെ കൈ സ്റ്റിഫായപ്പോൾ ഒരു 24 മണിക്കൂർ കഴിഞ്ഞ് എൻ്റെ കൈ സ്റ്റിഫായപ്പോൾ ഐ വാണ്ട് ടു ഡ്രിങ്ക് ദിസ് വാട്ടർ, ഈ വെള്ളം കുടിക്കണം, ഈ കൈ കൊണ്ട് ഇത് മാറ്റണം. പക്ഷെ എനിക്ക് പറ്റണില്ല. എൻ്റെ കൈ അതുപോലെ സ്റ്റിഫായി, എൻ്റെ ബോഡി അതുപോലെ സ്റ്റിഫായി. എന്ന് വെച്ചാൽ ഞാൻ ഈ പൊസിഷനിൽ നിന്ന് മാറിയിട്ടില്ല 24 hours. അപ്പോൾ വിചാരിക്കും ഈ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് മാറ്റിക്കൂടെ? വേറൊരാളെ വിളിക്കണമെന്ന് ഈ കയ്യിൽ ഈ പിടിച്ചിട്ടുള്ളൂ, ഇപ്പുറത്തെ കൈ കൊണ്ട് പിടിച്ച് മാറ്റിക്കൂടെ? പക്ഷെ ആസ് എ പേഴ്സൺ 24 മണിക്കൂർ ഞാൻ ഈ പൊസിഷനിൽ തന്നെ ഇരിക്കുകയാണ്. എനിക്ക് ഇവിടുന്ന് കാലും എൻ്റെ ബോഡിയും എല്ലാം ഈ പൊസിഷനിൽ 24 hours വിത്തൗട്ട് മൂവ്മെന്റ് ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വേറെ ബോഡി ഒന്നും മൂവ് ചെയ്യില്ല. ഈവൻ മൈ മൈൻഡ് വർക്ക്സ്. ചിലപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ഐ മേ നീഡ് someone else help. വേറൊരാളുടെ ഹെൽപ്പ് വേണ്ടി വരും ഇതൊന്ന് തിരിച്ചു വെക്കാനായിട്ട്. കൗൺസിലിങ്ങും ഇതുപോലെ തന്നെയാണ്. ഇവിടെ ഒരാളോട് നമ്മൾ ഇതൊന്ന് പറഞ്ഞാൽ മതി. ചിലപ്പോൾ നമ്മൾക്ക് തന്നെ ഇത് പറഞ്ഞു വരുമ്പോൾ ടെക്നിക്സ് ഉണ്ട്. പല ടെക്നിക്സിൽ നമ്മൾ തന്നെ ആയിരിക്കും സൊല്യൂഷൻ കണ്ടെത്തണേ. ഒരിക്കലും കൗൺസിലർ നിങ്ങൾ സൊല്യൂഷനിലേക്ക് നിങ്ങൾക്ക് സൊല്യൂഷൻ ഡോക്ടേഴ്സും മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്ന പോലെ അല്ല, നിങ്ങളെ കൊണ്ടിട്ട് തന്നെ അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തലാണ് കൗൺസിലിംഗ്. ഇറ്റ് ഈസ് ടേക്കിംഗ് എ ജേർണി വിത്ത് യു ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ് ബെറ്റർ എന്ന് പറയാം. നിങ്ങളെ തന്നെ ബെറ്റർ ആയിട്ട് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ നിങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു യാത്ര. അതാണ് എന്താ പറയാ ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ. ഒരു കഥ പറയാ. ബോറടിക്കണുണ്ടോ? ബോറടിച്ചോ? I will do something.
ഒരു ഇത് ചെയ്തിട്ട് നമുക്ക് ആ കഥയിലേക്ക് പോകാം. ഓക്കെ, ഒരു പേനയും പേപ്പറും അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് കാണണ്ടല്ലോ അല്ലേ? പ്രസന്റ് ചെയ്യണം, കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇതൊരു ഫണ്ണി ഇതാണ്. നിങ്ങളുടെ ബോറടി മാറ്റാനും നിങ്ങൾ ഒന്ന് ഇതിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ണി തിങ് ആണ്, ഒരു ഗെയിം ആണ്. നത്തിങ് സീരിയസ് ഇൻ ഇറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു പേപ്പറോ പെന്നോ എന്തെങ്കിലും എടുക്കാം. പേപ്പറോ പേനോ എന്തെങ്കിലും എടുത്ത് റെഡി ആയിട്ട് ഇരിക്കുക. ജസ്റ്റ് അങ്ങനെ ഒലീവിയ ഗ്രേസ്, ഇംഗ്ലീഷിൽ ഒലീവിയ ആണോ? യെസ് മാം. അപ്പൊ ഇംഗ്ലീഷിൽ ഒലീവിയക്ക് ഇത് ഫെമിലിയർ ആയിരിക്കും. റെസ്റ്റ് ഓഫ് ദ ഗൈസ് ഇതൊന്നും ചെയ്യും, എല്ലാവരും ചെയ്യും. ഓക്കെ, ഇതൊരു ഫണ്ണിയാണ്. നിങ്ങളൊന്ന് പ്രസന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഡീവിയേറ്റഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ പ്രസന്റിലേക്ക് കൊണ്ടുവരാനാണ്. ഐ ഹോപ്പ് എല്ലാവരും പെന്നും പേപ്പറൊക്കെ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യണേന്ന് വെച്ചാല് ഈ കാണുന്ന ഇനി ഞാൻ കുറച്ച് ഇമേജസ് കാണിക്കും. ഫസ്റ്റ് തിങ്, ആ ഇമേജ് കണ്ടപ്പോൾ വാട്ട് എവർ കംസ് ടു യുവർ മൈൻഡ് ഫസ്റ്റ്. സെക്കൻഡ് തോട്ട് ഇല്ല അവിടെ. സെക്കൻഡ് തോട്ട് എന്ന് പറഞ്ഞ കാര്യമില്ല, കാണണം മാത്രമേ. വാട്ട് ഈസ് ദ തോട്ട് ദാറ്റ് കംസ് ടു യുവർ മൈൻഡ്, അത് എഴുതണം. ആ വാക്ക് അവിടെ എഴുതണം. ഓക്കെ, ഒരു ഫണ്ണി ഗെയിമാണ്, നത്തിങ് എൽസ്. നിങ്ങൾക്ക് ഫസ്റ്റ് തോട്ട് എന്താണോ അത് നിങ്ങളുടെ മനസ്സിലേക്ക് എഴുതാം. ഓക്കെ, ഞാൻ മാറ്റുവാണ്. ഫസ്റ്റ് തോട്ട് നിങ്ങൾ എഴുതണം. നിങ്ങൾ എന്താണ് ചൂസ് ചെയ്യണേ അത് നിങ്ങൾ പേഴ്സണാലിറ്റിനെ പറയുന്നൊക്കെ പറയുന്നത് ചുമ്മാ കളിയായിട്ട് എടുത്താൽ മതി. കിട്ടിയോ? എഴുതിയോ എല്ലാവരും? ഇനി ഒന്നും കൂടെ പടം കാണിക്കണോ? എനിക്ക് ഇത് എഫക്റ്റ് മതിയില്ലേ? എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റിയല്ലോ? യെസ് ഓർ നോ? യെസ്, ഓക്കെ, യെസ് യെസ് യെസ്. ഇനി ഞാൻ ചോദിക്കാണ്, ഫസ്റ്റ് പിക്ചർ കണ്ടപ്പോ എത്ര പേർക്ക് അത് ക്രൊക്കഡൈലിനെ പോലെ തോന്നി? അതൊരു ക്രൊക്കഡൈൽ, 2 ക്രൊക്കഡൈൽ ആണെന്ന് തോന്നി ആരെങ്കിലും ഉണ്ടോ? യെസ്. അതൊരു ഷിപ്പാണെന്നോ ബോട്ടാണെന്നോ അതൊരു ബേർഡ് ആണെന്ന് ആർക്കെങ്കിലും തോന്നിയോ? അപ്പൊ ക്രൊക്കഡൈൽ ആണെങ്കിൽ ഇറ്റ് ഈസ് മോർ ലൈക്ലി ദാറ്റ് യു ഓൾവേസ് ട്രൈങ് ടു കീപ് ദ സിറ്റുവേഷൻ അണ്ടർ കൺട്രോൾ, ബി ഇൻ ചാർജ് ഓഫ് എവറിഥിങ്. However, you are not a brutal tyrant, but rather an attentive manager, chief. Okay. അപ്പൊ എങ്ങനെയാണ് അതൊരു ബേർഡായിട്ട് തോന്നണേ? നമുക്കൊന്ന് നോക്കാം. ബേർഡായിട്ട് തോന്നണ എങ്ങനെയാണ്? എനിക്ക് ഷിപ്പാണ് കാണാൻ കഴിയണേ. ഇവിടെ ഒരു ഷിപ്പ് കാണാൻ കഴിയും, പിന്നെ ഒരു ക്രൊക്കഡൈല്. എനിക്ക് ഇത് ബേർഡ് ഇപ്പോഴും കാണാൻ മനസ്സിലായിട്ടില്ല. ഇതെങ്ങനെ എനിക്ക് ബേർഡ് ആവണേന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് ക്രൊക്കഡൈലിന്റെ ഒരു ഇതായിട്ടാണ് തോന്നിയത്. ഓക്കെ, നെക്സ്റ്റ് വൺ.
മറ്റേതില് പില്ലേഴ്സ് ആണോ കണ്ടേ, അല്ലെങ്കിൽ രണ്ട് പീപ്പിളിനെയാണോ, ആൾക്കാരെയാണോ കണ്ടത്? പീപ്പിളിനെയാണ് കണ്ടേക്കണേ അല്ലേ? രണ്ട് പീപ്പിളിനെയാണ് കണ്ടത്. യെസ്, ഇറ്റ് മീൻസ് ദാറ്റ് യു ആർ ഫ്രീ സ്പിരിറ്റ് ഹൂസ് റെഡി ടു ലീവ് യുവർ കറന്റ് സറൗണ്ടിങ് അറ്റ് എ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ്. എന്ന് വെച്ചാൽ ഏത് സിറ്റുവേഷനിലേക്കും പെട്ടെന്ന് ഇങ്ങനെ മാറാൻ പറ്റുന്ന ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇതാണ്. പിന്നെ ഫുൾ ഓഫ് ഇൻക്രെഡിബിൾ പീപ്പിൾ ആൻഡ് അഡ്വെഞ്ചേഴ്സ് ഒക്കെ ലൈഫിൽ. ലൈഫ് ഇസ് ഹാർഡ്ലി എവർ സീൻസ്. ഒരിക്കലും ലൈഫ് ഡള്ളായിട്ട് നിങ്ങൾക്ക് തോന്നില്ല. നിങ്ങൾ ആൾക്കാരായിട്ടൊക്കെ പെട്ടെന്ന് മിങ്കിൾ ചെയ്യുന്ന വ്യക്തികളാണ് എന്നൊക്കെ ഉള്ളതാണ്. നിങ്ങൾക്ക് ഇത് എപ്പോഴെങ്കിലും പില്ലറായിട്ട് തോന്നിയോ? ഈ വൈറ്റ് പോർഷനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിക്കേ. നമ്മൾ ബ്ലാക്ക് പോർഷനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു രണ്ട് ആൾക്കാരാണെന്ന് തോന്നണേ. ആ വൈറ്റ് പോർഷനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യൂ. കോൺസെൻട്രേറ്റ് ചെയ്തോ വൈറ്റ് പോർഷൻ. അപ്പൊ രണ്ട് പില്ലറായിട്ട് തോന്നിയോ? യെസ്. നെക്സ്റ്റ് വൺ എന്തായിരുന്നു? യെസ്, ഡക്കിനെയാണോ റാബിറ്റിനെയാണോ നിങ്ങൾ കണ്ടത്? ഡക്കായിരുന്നോ റാബിറ്റ് ആയിരുന്നോ നിങ്ങൾക്ക്? യെസ്, ഇവിടെ പലവർക്കും പലത് കിട്ടിയിട്ടുണ്ട്. റാബിറ്റും ഡക്ക്. ഐ ആം ഹാപ്പി രണ്ട് ഒപ്പീനിയൻ വന്നതില്. അപ്പൊ എന്താണെന്ന് വായിച്ചോളൂ. മാഡായിട്ട് തോന്നിയോ അനൂപിന്? എനിക്ക് തോന്നി. നമുക്കൊന്ന് നോക്കാം. ഫാത്തിമക്കും മാനാണെന്ന് തോന്നിയില്ലേ ഭായ്? നമുക്കൊന്നും കൂടെ നോക്കാം ഫീച്ചർ. അപ്പൊ ഡക്കാണ് നിങ്ങൾ റാബിറ്റ്. എനിക്ക് അറിയില്ല. നമുക്കൊന്ന് നോക്കാം അത് എങ്ങനെ മാനായിട്ട് വന്നേ, വെച്ച ആളായിട്ട് എങ്ങനെ ഇത് തോന്നിയത് ഒന്ന് പറയോ? ഹോസ്പിറ്റലൊന്നും കാണാൻ വേണ്ടിട്ടായിരുന്നു. ഇതല്ല കേട്ടോ, വേറൊരെണ്ണം ഇട്ടില്ലേ? പില്ലേഴ്സിന്റെ കാര്യല്ലേ? പില്ലേഴ്സിന്റെ കാര്യല്ലേ പറഞ്ഞത്? വേറൊരെണ്ണം ഇട്ട ഇതാണോ? ഇത് അത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അണ്ടർസ്റ്റുഡ്. ഞാൻ ചോദിച്ചത് ഇപ്പൊ ഇതാണ്. ഇത് ഡക്കായിട്ടാണോ റാബിറ്റ് ആയിട്ടാണോ എന്നാ ചോദിച്ചത്. ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഇപ്പൊ ഇത് ഡക്കിന്റെ ബീക്കായിട്ട് നമുക്ക് തോന്നാം ഇല്ലേ? ഡക്കിന്റെ ഒരു ബീക്കായിട്ട് തോന്നാം, അല്ലെങ്കിൽ റാബിറ്റിന്റെ ചെവികളായിട്ട് നമുക്ക് തോന്നാം. യെസ്. ഇനി ഇതിലാണ് മാനായിട്ട് തോന്നിയത്, മീശ വെച്ച ഒരാണായിട്ട് തോന്നിയത് അല്ലേ? ഇതില് ലേഡി ആയിട്ട് ആർക്കെങ്കിലും തോന്നിയോ? വുമൻ ആയിട്ട് തോന്നിയോ? പെണ്ണിന്റെ മുടി കെട്ടി വെച്ചിട്ടുള്ള പോലെ തോന്നിയോ? ഒരു മാനിനെയും ലേഡീനെയും കണ്ടു ഫാത്തിമ സുഹറ. വണ്ടർഫുൾ. അപ്പോ അതാണെങ്കിൽ എന്താണെന്ന് നോക്കാം. ഓൾഡ് മാൻ ആണെങ്കിൽ സെൻസിറ്റീവ് ആണ്, കുറച്ചും കൂടി ആൾക്കാരെ എംപത്തറ്റിക് ആണ്, ബാക്കിയുള്ളവരെയൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു രീതിയാണ്. സഹജീവികളോട് കുറച്ചും കൂടെ എന്താ സഹതാപമൊക്കെ ഉള്ള ആൾക്കാരാണ്. ആർട്ടിസ്റ്റിക് ആണ്, ക്രിയേറ്റീവ് ആണെന്നൊക്കെയാണ് പറയണത്. വുമൻ ആണെങ്കിൽ ഭയങ്കര അനലിറ്റിക്കലാണ്, കാൽക്കുലേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ഓഫ് ബ്രെയിൻ ആണ് നിങ്ങളുടെ കൂടുതൽ ആക്റ്റീവ്. റൈറ്റ് സൈഡ് ഓഫ് ബ്രെയിനിനേക്കാളും കൂടുതൽ ലെഫ്റ്റ് സൈഡ് ഓഫ് ബ്രെയിൻ ആണ്. ആണിനെ കണ്ട ആൾക്കാർക്ക് റൈറ്റ് സൈഡ് ഓഫ് ബ്രെയിൻ കൂടുതൽ ആക്റ്റീവ് ആയിരിക്കും, ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും എന്ന് പറയണേ. ഓക്കെ, സോ ഇതൊരു ജസ്റ്റ് ഒരു ഗെയിം ആയിട്ട് ചെയ്തതാണ്. അപ്പോ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനൊരു സ്റ്റോറിയിലേക്ക് പോകട്ടെ. ഞാൻ സ്റ്റോറിയിലേക്ക് പറഞ്ഞിട്ടാണല്ലോ വന്നെ. ഞാൻ പറഞ്ഞു കൈ സ്റ്റിഫായിട്ട് നിൽക്കുമ്പോൾ അറ്റ് ടൈംസ് എന്നെ വേറൊരാളെ ഹെൽപ്പ് ചെയ്യാൻ പോകണം. അതാണ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ. കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടിട്ട് തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽസ് മനസ്സിലാക്കുകയും നിങ്ങളുടെ പ്രശ്നം നിങ്ങളെ കൊണ്ടിട്ട് തന്നെ സോൾവ് ചെയ്യിക്കും. അതാണ് ഒരു കൗൺസിലറിന് ചെയ്യണേ. അല്ലാതെ കൗൺസിലർ അവിടെ നിന്നിട്ട് ഒരു ഡോക്ടർ ആണെന്ന് 3 നേരം 4 നേരം ഇത് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യണ എല്ലാ കൗൺസിലർ ചെയ്യണേ. ലിസൺ ടു യു. നിങ്ങളോട് കേൾക്കും, നിങ്ങൾക്ക് എന്തും അവരോട് പറയാം. ഫസ്റ്റ് തിങ് കൗൺസിലേഴ്സ് എന്താന്ന് വെച്ചാല് അവരൊരിക്കലും പ്രജുഡിസ്റ്റിക് അല്ല. പ്രജുഡിസ്റ്റിക് അല്ല എന്ന് പറഞ്ഞാൽ എന്താ? മുൻവിധിയോട് കൂടി ഇരിക്കുന്ന ആൾക്കാരല്ല. ഈ കുട്ടികൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ കുട്ടി ലവ് ആണല്ലേ, അപ്പൊ ഇവള് ബോയ്സ് ആണ്,
ഇപ്പൊ പെണ്ണുങ്ങളെ വളർക്കാൻ നിൽക്കുന്ന ചെക്കനാണല്ലേ. അങ്ങനെ പ്രജുഡിസ്റ്റിക് അല്ല കൗൺസിലേഴ്സ്. കൗൺസിലേഴ്സ് ഒരിക്കലും പ്രജുഡിസ്റ്റിക് അല്ല. അവര് പിന്നെ നിങ്ങൾ പറയണ കാര്യം ഒരിക്കലും വേറൊരാളോടൊന്നും പറയില്ല. അതൊക്കെ കൗൺസിലിങ്ങിന്റെ എത്തിക്സ് ആണ്. ഇപ്പൊ പറയില്ലേ പള്ളിയിലെ കുമ്പസാര രഹസ്യം അച്ഛന് മാത്രമുള്ളതാണ്, അത് വേറൊരാളും അച്ഛനും ദൈവം അറിയുന്ന കാര്യമാണെന്ന് പറയും. അതുപോലെയാണ് കൗൺസിലിങ്ങിന്റെ ഇതും. നിങ്ങൾ പറയുന്ന കാര്യങ്ങള് വേറൊരാളോട്ട് എത്തില്ല. അതും പ്രജുഡിസ്റ്റിക് അല്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും അവിടെ നിങ്ങളെ നെഗറ്റീവായിട്ട് ആ വ്യക്തി കാണില്ല. മിസ് എന്നെ ഞാൻ വിചാരിക്കും ക്ലാസ്സിൽ പറയുമ്പോൾ ഒരാൾ എന്നെ വിളിച്ചിട്ടൊന്നും ചോദിക്കാറില്ല. അപ്പൊ ഞാൻ വിചാരിക്കും ചിലപ്പോൾ ക്ലാസ് ടീച്ചർ ആയതുകൊണ്ടിട്ട് മിസ്സിന് ഞാൻ ഇതൊക്കെ പറഞ്ഞാലും മിസ് എന്നെ ഇങ്ങനെ ആയിരിക്കുമല്ലോ കാണുന്നത്, ഇനി അടുത്ത വർഷം മിസ്സിനെ കാണുന്നുണ്ടല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാണോ ഇനി ആരും എന്നോട് സംസാരിക്കട്ടെ. ആണോ ഒലീവിയനെ പിടിക്കണമെന്ന് വെച്ചാൽ ക്ലാസ് ടീച്ചർ ആയതുകൊണ്ടിട്ടാണ്. അപ്പോ അതുകൊണ്ടിട്ടാണെന്ന് അറിയില്ല. പക്ഷെ കൗൺസിലേഴ്സ് ഒരിക്കലും പ്രജുഡിസ്റ്റിക് ആയിരിക്കില്ല, മുൻവിധിയോട് കൂടി ഇരിക്കുന്ന ആൾക്കാരല്ല. അല്ലെങ്കിൽ ഒരാളുടെ ഇത് കേട്ട് കഴിയുമ്പോൾ അവരിങ്ങനെ പൊട്ടയാണെന്ന് ജഡ്ജ്മെന്റിലും അല്ല. അവർ ഓപ്പൺ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. ദേ ആർ ദെയർ ടു ട്രാവൽ വിത്ത് യു. അതാണ് എനിക്ക് ഒരു സഹചാരി. എന്താണ് സഹചാരി? കൂടെ ചരിക്കുന്ന ആള്. കൂടെ ചരിക്കുന്ന ആൾ ഒരു കുഴി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പിടിക്കും. ദേ അവിടെ കുഴിയുണ്ട്, വീടല്ലേ എന്ന് പറയും അല്ലേ. അത്രേ ഉള്ളൂ. എന്ന് വെച്ചാല് നിങ്ങളെ കൊണ്ടിട്ട് തന്നെ നിങ്ങളുടെ പൊട്ടൻഷ്യൽസ് കാണിച്ചു തരും. ദേ അവിടെ കുഴി ഉണ്ടെന്ന് കാണിച്ചു തരും. പിടിച്ചിട്ട് നിങ്ങൾ റിയലൈസ് ചെയ്യിക്കും, ഗ്രൗണ്ട് ചെയ്യിച്ചിട്ട് തൊടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, റിയാലിറ്റിയിലേക്ക് വരും. എന്നിട്ട് അയാൾ സഹചാരി എന്ത് ചെയ്യും? അവിടെ കുഴി കണ്ടോ, സൂക്ഷിച്ചോ എന്ന് പറയും. അതാണ് ഒരു കൗൺസിലർ ചെയ്യണേ. പിടിക്കും, നിങ്ങളെ ഗ്രൗണ്ട് ചെയ്യിക്കും, നിങ്ങളെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരും, നിങ്ങളെ കാണിച്ചു തരും. അപ്പൊ നിങ്ങൾ തന്നെ വഴി മാറി സഞ്ചരിക്കും. ആ കുഴിയിൽ വീഴാതെ നിങ്ങൾ തന്നെ. നിങ്ങളെ എടുത്തു പൊക്കിയാണോ അവിടെ സഹചാരി മാറ്റി വെക്കണേ? കൂടെ നടക്കുന്ന ആൾ മാറ്റി വെക്കണേ? അല്ലല്ലോ. പിടിച്ചു നിർത്ത, അല്ലെങ്കിൽ ഒന്ന് ചെറിയൊരു വഴി കാണിച്ചു കൊടുക്കും, സ്റ്റെപ്പ് വെക്കണം തന്നെയായിരിക്കും. അത് തന്നെയാണ് കൗൺസിലിംഗിൽ നടക്കണം. ഇപ്പൊ ഒരു കഥ പറയാമെന്ന് പറഞ്ഞു. ഒരു സൂഫി സന്യാസി ഇങ്ങനെ ഒരു സെൻ കഥയാണിത്. സൂഫി സന്യാസി ഇങ്ങനെ നടന്നു പോവായിരുന്നു റോട്ടിൽ കൂടെ. ബാണ്ടൊക്കെ ഇട്ടൊക്കെ ആയിട്ട് ഭയങ്കര വിഷമിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ സൂഫി നോക്ക് അയാൾ നോക്കണമൊന്നുമില്ല, ചിരിച്ചിട്ടും അയാൾ തിരിച്ച് ചിരിക്കണമൊന്നുമില്ല. അപ്പോ സൂഫി ചെന്നിട്ട് ഇയാളോട് ചോദിക്കും, എന്താണ് ഇത്രക്ക് വിഷമിച്ച് നടക്കണേ? ഞാൻ നോക്കിയിട്ട് ചിരിച്ചിട്ട് ഒരു ചിരി പോലും തരുന്നില്ലല്ലോ, എന്താണ് എത്ര വിഷമം എന്ന് ചോദിക്കും. അപ്പൊ അയാള് പറയും, ഞാൻ കുറെ കഷ്ടപ്പെട്ട് ജീവിച്ച വ്യക്തിയാണ്, പക്ഷെ ഇന്ന് എനിക്കുള്ള സ്വത്തെന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ ഈ കഷ്ടപ്പെട്ടിട്ട് എനിക്കുള്ള ആകെ കൂടെയുള്ള സ്വത്തെന്ന് പറഞ്ഞാൽ ഈ ഭാണ്ഡത്തിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമാണ്. ഞാൻ എങ്ങനെ സന്തോഷിക്കണം എന്നാണ് അയാൾ ചോദിക്കണം. ഞാൻ ജനിച്ച നാള് മുതൽ എനിക്ക് കഷ്ടപ്പാട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം ഞാൻ മടിയനോ അലസനോ ഒന്നും ആയിരുന്നില്ല, ഹാർഡ് വർക്കിംഗ് തന്നെ ചെയ്ത് ജീവിച്ച വ്യക്തിയാണ്. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ എനിക്ക് സ്വത്തെന്ന് പറയാനായിട്ട് ഈ ഭാണ്ഡക്കെട്ടും ഈ ഭാണ്ഡക്കെട്ടിനുള്ളിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്താ പറയണേ? ഞാൻ എങ്ങനെ സന്തോഷവാനായിരിക്കും എന്ന് പറയണം. ഈ സൂഫി എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഇയാളെ ഭാണ്ഡക്കെട്ട് പറിച്ച് മേടിച്ച് ഓടിക്കളയും. ഇയാള് അലമുറിയിട്ട് കരഞ്ഞ് ഇയാള് പുറകെ ഓടും, സൂഫിയുടെ പുറകെ ഓടും. പക്ഷെ സൂഫിനെയും ഒരു വഴി തിരിഞ്ഞു പോയപ്പോഴേക്കും സൂഫിനെയും കാണാനില്ല, ഭാണ്ഡക്കെട്ടും ഇല്ല ഇയാളുടെ. അപ്പൊ ഇയാൾക്ക് ഭയങ്കര വിഷമാവും. ഇയാൾ അവിടെ ഭയങ്കര വിഷമിച്ചിരുന്നു പറയും. കൂടെ ഉണ്ടായിരുന്നു അതാണ്, അതും പോയി. ജീവിതത്തെ മുഴുവൻ പഴിക്കാൻ തുടങ്ങും. എന്തൊരു ജീവിതമാണിത്, കഷ്ടപ്പാടുകൾ മാത്രമുള്ള ജീവിതമാണിത്, ദൈവം ഇത്ര ക്രൂരനാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കരയാൻ തുടങ്ങും. കുറച്ചു നേരം ഇരുന്ന് കരഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് കുത്തിയിരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് പിന്നെയും ഇയാൾ നടക്കാൻ തുടങ്ങും. അങ്ങനെ കുറച്ച് നടന്നു കഴിയുമ്പോൾ ഒരു തിരിവ് കഴിഞ്ഞ് നോക്കുമ്പോൾ റോട്ടില് ഇയാളുടെ ഭാണ്ഡം അവിടെ വെറുതെ ഇരിക്കണം. ഒരു റോട്ടിൽ ആ ഭാണ്ഡക്കെട്ട് ഇരിക്കുന്നുണ്ട്. ഇയാള് ഭാണ്ഡക്കെട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് ഇയാൾ ഓടിച്ചെന്ന് ആ ഭാണ്ഡക്കെട്ട് എടുക്കും. അപ്പൊ ഇയാൾക്ക് ഭയങ്കര സന്തോഷമാണ്. അയാൾ ഇതുവരെയായിട്ട് അനുഭവിക്കാത്ത സന്തോഷമാണ്. എന്താ വെച്ചാൽ ആകെ കൂടെ ഉണ്ടായിരുന്ന ഈ ഒരു സ്വത്താണ്. ആ സ്വത്തും നഷ്ടപ്പെട്ടപ്പോഴാണ് അയാൾക്ക് ആ നഷ്ടപ്പെടലിന്റെ ഒരു അവസ്ഥ മനസ്സിലായതും ഈ ഭാണ്ഡക്കെട്ടിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായതും. അതുകൂടി ഇല്ലാത്ത വന്ന അവസ്ഥയിലാണ് അത് മനസ്സിലാവുന്നത്. അപ്പൊ തിരിച്ചിത് കിട്ടിയപ്പോ അയാൾക്ക് ഭയങ്കര ഹാപ്പിനെസ് ആവുക, ഭയങ്കര സന്തോഷമാവുക അയാൾ. അപ്പോഴേക്കും സൂഫി വന്നിട്ട് പറയും, ഇപ്പോ നിനക്ക് സന്തോഷിക്കാൻ പറ്റണില്ലേ?
ഇപ്പൊ നിനക്ക് ഈ ഭാണ്ഡക്കെട്ടിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നിനക്ക് തന്നെ കുറെ ക്വാളിറ്റീസ് ഉണ്ട്. നിനക്കുള്ള ക്വാളിറ്റീസിൽ സന്തോഷിക്കാൻ പറ്റാനത് എന്തുകൊണ്ടിട്ടാണ്? യു കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. എനിക്ക് ഈ ഒരു ഭാണ്ഡക്കെട്ട് മാത്രമേ സി അവിടെ അവർക്ക് നോക്കും, അവർക്ക് എന്തോരം കാര്യങ്ങളാണല്ലേ. എനിക്ക് ഈ ഒരു വീറ് ഭാണ്ഡക്കെട്ട് മാത്രമേ ഉള്ളൂ. വെൻ വി കമ്പയർ, നമ്മളെ തന്നെ വേറൊരാളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താണ് നമ്മളുടെ അവസ്ഥ ഭയങ്കര മോശമായിട്ടും നമുക്കുള്ള കാര്യങ്ങൾ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളെപ്പോഴും ഐശ്വര്യ റായിനെ നോക്കുന്നു. ഐശ്വര്യ റായ് എന്ത് ഭംഗിയാ, എന്നെ കാണാൻ ഒന്നിനും കൊള്ളില്ല. കണ്ടോ, കണ്ണട വെച്ചിട്ട് മുഖത്ത് നിറച്ച് കുരുക്കള്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് അങ്ങനെയാണ്, കളറില്ല, വെളുത്തില്ല. ആ കുട്ടി എന്ത് രസമായിട്ട് ഡ്രസ് ചെയ്യണം, എനിക്ക് നല്ലൊരു ഡ്രസ് ഇല്ല. വി കമ്പയർ വിത്ത് അതേഴ്സ്. നമുക്ക് എപ്പോഴും കമ്പാരിസൺ ആണ്. അപ്പോൾ നമുക്ക് നമ്മളിലുള്ള ബ്യൂട്ടി മനസ്സിലാവണില്ല. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ പല പ്രശ്നങ്ങൾ വരുമ്പോൾ, ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നമ്മുടെ ലൈഫിൽ ഇതിനേക്കാളും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ വെറും 100 ഗ്രാമിന്റെ പ്രശ്നമായിരിക്കും നമ്മൾ ചിന്തിച്ചു കൂട്ടി 100 കിലോഗ്രാം ആക്കി വെച്ചേക്കുന്ന പ്രശ്നങ്ങളായിരിക്കും. നമുക്ക് തന്നെ ആ പ്രശ്നം എന്നിട്ട് ഇറക്കി വെക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കും. അങ്ങനെ വരുന്ന ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയാ, ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ കോളേജിലുണ്ട്, കൗൺസിലിംഗ് സെല്ലിൽ ഉണ്ട്. ദ ടീച്ചേഴ്സ് ആർ വില്ലിംഗ് ടു ലിസൺ ടു ദം. നിങ്ങൾക്കൊന്ന് പോയി സംസാരിച്ചൂടെ ആ മിസ്സുമാരോട്? അവർ കേൾക്കാൻ റെഡിയാണ്. ഇനി ടീച്ചേഴ്സിന് പറ്റാത്ത സംഭവമാണെങ്കിൽ they are ready to listen to the same. ഇപ്പൊ സീറ്റ മിസ് പറഞ്ഞു, നമ്മളിവിടെ സൈക്കോളജി ശരിക്കും മേജർ ആയിട്ട് എടുത്ത ഒരാളെ വെക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ വെറും എക്സ്ട്രാ എഫേർട്ട്, എക്സ്ട്രാ കോഴ്സ് അറ്റൻഡ് ചെയ്തവരാണ്. ഞങ്ങളുടെ മേജർ എന്ന് പറഞ്ഞാൽ സീറ്റ മിസിന്റെ മേജർ മാത്സ് ആണ്, എന്റെ മേജർ ഇംഗ്ലീഷ് ആണ്, ഹെർബി മിസ്സും ആതിര മിസ്സും ഫിസിക്സ് ആണ്. പക്ഷെ നമ്മൾ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടിട്ട് നമ്മളിത് എക്സ്ട്രാ പഠിച്ചവരാണ്. പക്ഷെ അത് തന്നെ മേജറായിട്ട് എടുത്ത് അത് ചെയ്യുന്ന ആൾക്കാരെ നമുക്കറിയാം. അപ്പൊ നമ്മൾക്ക് പറ്റില്ല എന്നാണെങ്കിൽ നമ്മൾ ആ കുട്ടികളെ അങ്ങോട്ട് നയിക്കുകയും ചിലപ്പോൾ അവരുടെ ജീവിതം തന്നെ നമുക്ക് ഹെൽപ്പ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. എന്തോരം സൂയിസൈഡ് ഇഷ്യൂസ് ആണ് നമ്മൾ കേൾക്കണേ, അല്ലേ? അപ്പോ ചിലപ്പോൾ റൈറ്റ് ടൈം ഓഫ് ഇന്റർവെൻഷൻ ഉണ്ടെങ്കിൽ ഒളിച്ചോടി പോകുന്ന കേസുകൾ, സൂയിസൈഡുകൾ, നിരാശപ്പെട്ട് വിഷമിച്ച് ഡിപ്രഷനിലേക്ക് പോകുന്ന കുട്ടികൾ, ആൻസൈറ്റി ഡിസോർഡർ, ആൻസൈറ്റിയിൽ കൂടെ കടന്നു പോകുന്ന കുട്ടികൾ, പഠിക്കാൻ പറ്റാതെ പോകുന്ന കുട്ടികൾ. അപ്പോൾ അങ്ങനെ എന്തോരം പേരുണ്ട് നമ്മളുടെ ചുറ്റിനും. നിങ്ങളുടെ ക്ലാസ് ഞങ്ങളെക്കാളും കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ഫ്രണ്ട്സിനെ, നിങ്ങളോട് പറയുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പൊ ഞങ്ങളിവിടെ നിങ്ങൾക്ക് പറയാം അവരോട് ഈ ഒരു സെല്ല് ഉണ്ടെന്ന്. സോ ഈ ഒരു സെല്ല് ഇവിടെ ഉള്ളപ്പോൾ അത് എല്ലാവരെയും ഹെൽപ്പ് ഔട്ട് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു സെല്ലാണ്. ഒരു ഇതിലേക്കും കൂടെ കടന്നിട്ട് നമുക്ക് വേഗം നിർത്തായേ. നിങ്ങൾക്ക് സെൽഫ് എസ്റ്റീം എന്തോരം ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, യെസ്. ഇതെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് മെത്തേഡ്സ് കാണിച്ചു തരുന്നു, കുറച്ച് ക്വസ്റ്റ്യൻസ് കാണിച്ചു തരുന്നു, ഫെമിലറൈസ് ചെയ്യണമെന്നുള്ളൂ. ഇങ്ങനെ നമുക്ക് തന്നെ ഓപ്പൺ അപ്പ് ആവാതിരിക്കുമ്പോൾ, നമുക്ക് തന്നെ ഇത് എങ്ങനെ പറയണം എന്ന് അറിയാതിരിക്കുമ്പോൾ ഇങ്ങനത്തെ പല ടെസ്റ്റുകളും ഉണ്ട്. ആ ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വഴി അതൊക്കെ ചെയ്തിച്ച് നമുക്ക് ആ കുട്ടികളെ ഓപ്പൺ അപ്പ് ആക്കാൻ പറ്റും. അവരെ തന്നെ അവരുടെ അവസ്ഥ റിയലൈസ് ചെയ്യിക്കാൻ പറ്റും. അതൊന്ന് ഫെമിലറൈസ് ചെയ്യിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനത്തെ ചില ടെസ്റ്റുകൾ തരണേ. ഈ ഒരു ടെസ്റ്റ് മാത്രമേ ഉള്ളൂ, അത് കഴിയുമ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യും. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലെ? റൂസൻബർഗ് സെൽഫ് എസ്റ്റീം സ്കെയിലാണ് ഇവിടെ പറഞ്ഞേക്കണേ. ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് കാണാലോ, സ്റ്റേറ്റ്മെന്റ്സ് കാണാലോ. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ്സിന് ഓരോ സ്റ്റേറ്റ്മെന്റും വായിക്കുക. നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ അതിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് അതൊന്ന് അവിടെ പേപ്പറിൽ എഴുതി വെക്കാം. 1 ഇടുക. എന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ സ്ട്രോങ്ലി എഗ്രി ആണോ ഡിസഗ്രി ആണോ, സ്ട്രോങ്ലി ഡിസഗ്രി ആണോ, അതെന്താന്ന് വെച്ചാൽ അതൊന്ന് എഴുതി വെക്കാം. SAADSD ഇത് എഴുതിയാൽ മതി, ഷോർട്ടായിട്ട് എഴുതിയാൽ മതി. ഓരോന്നും എഴുതി പോകും. 6ാമത്തെ കഴിയുമ്പോൾ ഒന്ന് പറയണേ. ഞാനപ്പോ സ്ക്രോൾ ഡൗൺ ചെയ്യാം. 6ാമത്തെ കഴിയുമ്പോൾ സ്ക്രോൾ ഡൗൺ ചെയ്യാൻ പറയണം. ഞാൻ സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഫസ്റ്റത്തത്, ഓൺ ദ ഹോൾ I am satisfied with myself. എനിക്ക് എന്നോട് തന്നെ സാറ്റിസ്ഫൈഡ് ആണ്. ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് മൈസെൽഫ്. ഞാൻ എന്താണോ, ഞാൻ ആരാണോ, ഞാൻ എങ്ങനെയാണോ, ഐ എം ഹാപ്പി വിത്ത് ഇറ്റ്. ഐ എം സാറ്റിസ്ഫൈഡ്. സംതൃപ്തനാണ്, സംതൃപ്തിയുള്ളവരാണ്. അത് സ്ട്രോങ്ലി അഗ്രി, ഡിസഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി. എന്താണോ അത് ചെയ്തോളൂ. എഴുതി കഴിഞ്ഞു എന്ന് വിചാരിക്കണോ?
At times, I think I am not എന്ന് എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട്. ഒന്നിനും വേണ്ടാത്ത പാഴായ ജന്മം, ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കണം, എന്തിനാ ഈ ലോകത്ത് വന്ന് പറഞ്ഞ, എന്നെക്കൊന്നും ഒന്നിനും കൊള്ളില്ല എന്ന ഭയങ്കര ഒരു ഡിപ്രസീവ് മൂമെന്റിൽ വരാറുണ്ട് എനിക്ക്, ചിന്ത വരാറുണ്ട് എനിക്ക്. എപ്പോഴും അല്ല, അറ്റ് ടൈംസ്, ചില സമയത്ത്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കണം. എപ്പോഴും തന്നെ പറയണം, ചില സമയത്ത്. എഴുതിയെന്ന് വിചാരിക്കണം നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ്. ഐ ഫീൽ ദാറ്റ് ഐ ഹാവ് എ നമ്പർ ഓഫ് ഗുഡ് ക്വാളിറ്റീസ്. എനിക്ക് കുറച്ച് എണ്ണത്തിൽപ്പെടാവുന്ന കുറച്ച് നല്ല ക്വാളിറ്റീസ് എനിക്കുണ്ട്. എനിക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എണ്ണം ചുരുക്കമായിരിക്കാം, പക്ഷെ എന്നാലും കുറച്ച് നമ്പർ ഓഫ് ഗുഡ് ക്വാളിറ്റീസ് നിങ്ങൾക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ട്. സ്ട്രോങ്ലി അഗ്രി, അഗ്രി, ഡിസഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി. Fourth question. I'm able to do things as well as most other people. മറ്റാൾക്കാർ ചെയ്യുന്ന പോലെ തന്നെ കാര്യങ്ങൾ എനിക്കും ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാക്കിയുള്ളവർ ചെയ്യുന്ന പോലെ തന്നെ അത്രയും നന്നായിട്ട് തന്നെ എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളൊരു കമ്പാരിസൺ ആണ് ഇവിടെ. പലപ്പോഴും നമുക്ക് എനിക്ക് അവനെ പോലെ നന്നായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്കൊരു കഴിവില്ല, എനിക്ക് പഠിക്കാനൊന്നും പറ്റില്ല, എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റില്ല, അങ്ങനെയാണോ? അല്ലെങ്കിൽ എനിക്കും ഭേദപ്പെട്ട അവരൊക്കെ പോലെ തന്നെ എനിക്കും ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണോ നിങ്ങളുടെ ചിന്ത എന്നാണ് അവിടെ ചോദിക്കണേ. അത് എത്തിക്കഴിഞ്ഞെന്ന് വിചാരിക്കണം. ഐ ഫീൽ ഐ ഡു നോട്ട് ഹാവ് മച്ച് ടു ബി പ്രൗഡ് ഓഫ്. അഭിമാനിക്കത്തക്ക വേണ്ട കാര്യങ്ങളൊന്നും എനിക്കില്ല. എന്തോ അഭിമാനിക്കാൻ എനിക്കൊന്നുമില്ല. ഐ എം നോട്ട് അറ്റ് ഓൾ ഗുഡ്. അഭിമാനിക്കാൻ വേണ്ട കാര്യങ്ങളൊന്നും എനിക്കില്ല. അങ്ങനെ ഫീൽ ചെയ്യുന്ന ആളാണോ നിങ്ങൾ? നിങ്ങൾക്ക് അത് എന്ത് വേണമെങ്കിലും എഴുതാം. ഓക്കെ, അഗ്രി, ഡിസഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി. ആറാമത്തത്, ഐ സർട്ടൻലി ഫീൽ യൂസ്ലെസ് അറ്റ് ടൈംസ്. ചില സമയത്ത് ഒന്നിനും കൊള്ളില്ലാത്ത യൂസ്ലെസ് ആണ് എന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. At times I certainly feel useless at times. ഒരു ഉപകാരത്തിനും കൊള്ളില്ലാത്തതായിട്ട്, ഒരാൾക്കും ഉപകാരമില്ലാത്തൊരു ജീവിതം എന്ന് എനിക്ക് തോന്നാറുണ്ട്. I feel that I am a person of worth at least on an equal with others. എനിക്ക് കുറച്ച് എനിക്ക് എൻ്റെ ജീവിതം മോശമില്ലാത്ത ഒരു കാര്യമാണ്, ഇതും വർത്തുള്ളതാണ്, വാല്യൂ ഉള്ളതാണെന്ന് എനിക്ക്. മറ്റുള്ളവരെക്കാളും കൂടുതലല്ല, അറ്റ്ലീസ്റ്റ് മറ്റുള്ളവരുടെ പോലെ തന്നെ, എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ പോലെ തന്നെ അത്യാവശ്യം വാല്യൂ ഉണ്ട് എനിക്ക്, വർത്തുള്ള ജീവിതമാണ് എൻ്റെ. യൂസ്ലെസ് അല്ല, ആവശ്യത്തിന് ബാക്കിയുള്ളവരെ പോലെ തന്നെ അത്യാവശ്യത്തിന് കുറച്ച് ഇമ്പോർട്ടൻസ് എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ജീവനുണ്ട് എന്ന് ഫീൽ ചെയ്യുന്ന ആളാണോ നിങ്ങൾ? അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് നേരത്തെ പറഞ്ഞാൽ സ്ട്രോങ്ലി അഗ്രി, ഡിസഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി, അവിടെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത് കേട്ടോ. ഐ വിഷ് ഐ കുഡ് ഹാവ് മോർ റെസ്പെക്ട് ഫോർ മൈസെൽഫ്. എനിക്ക് എന്നോട് തന്നെ കുറച്ചും കൂടെ ബഹുമാനം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പൊ എനിക്ക് എന്നെ തന്നെ ഭയങ്കര വില കുറച്ച് കാണണം, കുറച്ചും കൂടെ എനിക്ക് എന്നെ തന്നെ ഒരു ബഹുമാനം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഒന്ന് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഐ വിഷ് ഐ കുഡ് ഹാവ് മോർ റെസ്പെക്ട് ഫോർ മൈസെൽഫ്. എനിക്ക് എന്നോട് തന്നെ കുറച്ചും കൂടെ ബഹുമാനം ഉണ്ടായിരുന്നെങ്കിൽ. All in all, I am inclined to feel I am a failure. എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു ഭൂലോക തോൽവിയാണ് എന്നുള്ളൊരു ഫീലാണ് നിങ്ങൾക്ക്. അതെങ്ങനെയാണ്? എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു ഭൂലോക തോൽവിയാണ്, എൻ്റെ ജീവിതം ശോകമാണ്, നിങ്ങളുടെ സെൻസിൽ, നിങ്ങളുടെ സ്ലാങ്സിൽ ശോകമാണ്, ഭൂലോക തോൽവിയാണ്. ഇഫ് യു ഫീൽ ലൈക്ക് ദാറ്റ്. I take a positive attitude towards myself. എന്തൊക്കെ വന്നാലും എനിക്ക് എന്നോട് തന്നെ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഫീലാണ്.
നല്ല തൊലിക്കെട്ടിയാണ്, കണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടിയാണെന്നൊക്കെ പറയില്ലേ. യെസ്, ദുരന്തം. താങ്ക് യു. എനിക്ക് ആ വേർഡ് കിട്ടിയില്ല. അപ്പോ ഐ ടേക്ക് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മൈസെൽഫ്. എന്തൊക്കെ അവളുടെ തൊലിക്കെട്ടി, കണ്ണാമൃഗത്തിന്റെ തൊലിക്കെട്ടി, എന്ത് പറഞ്ഞാല് പൂച്ചനെ പോലെ 4 കാലിലേ വീഴുള്ളൂ എന്നൊക്കെ പറയുന്നേ. അതെന്ന് വെച്ചാൽ അവർക്കൊക്കെ ഭയങ്കര പോസിറ്റീവ്. എത്ര കളിയാക്കിയാലും എത്ര നാണം കെട്ടാലും കുഴപ്പമില്ല. എനിക്ക് എന്നെ ഇഷ്ടമാണ്. ഐ എൻജോയ് എന്നുള്ള ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ആളാണ്. ഐ ടേക്ക് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മൈസെൽഫ്. കഴിഞ്ഞോ? എഴുതിയോ? 10 എണ്ണം? യെസ് ഓർ നോ? ചെയ്തു കഴിഞ്ഞോ? യെസ്. വാല്യൂ സ്കോർ ചെയ്യാം, അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് നിങ്ങൾ നോക്കേണ്ടത്. ക്വസ്റ്റ്യൻസ് 1, 3, 4, 7 ഇവിടെ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, 3, 4, 7 അതിൽ നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻ നമ്പർ 1 എടുക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 1 എടുത്തോ. ക്വസ്റ്റ്യൻ നമ്പർ 1 നിങ്ങൾ എന്താണ് എഴുതിയേക്കുന്നത്? സ്ട്രോങ്ലി അഗ്രി ആണോ, എഗ്രി ആണോ, ഡിസഗ്രി ആണോ, സ്ട്രോങ്ലി ഡിസഗ്രി ആണോ? അതനുസരിച്ച് ഫസ്റ്റ് ടേബിളിലെ മാർക്ക് കൊടുക്കും. സ്ട്രോങ്ലി അഗ്രി ആണെങ്കിൽ 1 ആണ്, അഗ്രി ആണെങ്കിൽ 2 ആണ്, ഡിസഗ്രി ആണെങ്കിൽ 3 ആണ്, സ്ട്രോങ്ലി ഡിസഗ്രി ആണെങ്കിൽ 4 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ എന്താണോ എഴുതിയേക്കണേ അതിന് ചേർന്ന വാല്യൂസ് അവിടെ കൊടുക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ എന്താണോ ചെയ്തത് അതിനനുസരിച്ച് താഴത്തെ കോളത്തിലാണ് 4, 3, 2, 1 ആണ്. സ്ട്രോങ്ലി അഗ്രി ആണെങ്കിൽ 4 ആണ്, എഗ്രി ആണെങ്കിൽ 3 ആണ്, ഡിസഗ്രി ആണെങ്കിൽ 2 ആണ്, സ്ട്രോങ്ലി ഡിസഗ്രി ആണെങ്കിൽ 1 ആണ്. അതുപോലെ എല്ലാം ഒന്ന് ചെയ്തേ. ഫസ്റ്റ് ക്വസ്റ്റ്യന് മുകളിലത്തെ ടാബ് ആണ്, സെക്കൻഡ് ക്വസ്റ്റ്യന് താഴത്തെ ടാബ് ആണ്, തേർഡ് ക്വസ്റ്റ്യൻ അഗെയിൻ മുകളിലത്തെ മാർക്കിംഗ് അനുസരിച്ചാണ് പോകുന്നത്, ഫോർത്ത് ക്വസ്റ്റ്യൻ മുകളിലത്തെ ടാബ് അനുസരിച്ചിട്ടാണ് പോകുന്നത്. ഓക്കെ, 10th കിട്ടിയിട്ടില്ലല്ലേ? ജസ്റ്റ് എ മിനിറ്റ്, ഞാനൊന്ന് നോക്കട്ടെ. ഫസ്റ്റിലാണ് 10 വരുന്നത് കേട്ടോ. 10 ഫസ്റ്റിലാണ് വരുന്നത്. 10 ആദ്യത്തെ കോളത്തിലാണ് വരുന്നത്. അവർ ഇടാൻ വിട്ടുപോയത് 10 ആദ്യത്തെ കോളത്തിലാണ് വരുന്നത്. 1, 3, 4, 7 and 10 ആണ്. 1, 3, 4, 7 and 10. ഇനി അതെല്ലാം കൂടി ഒന്ന് സ്കോർ ചെയ്യൂ. എല്ലാം കൂടി ഒന്ന് സ്കോർ ചെയ്യൂ. സ്കോർ ചെയ്ത് ടോട്ടൽ നിങ്ങൾക്ക് എത്ര കിട്ടി നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് എത്ര സെൽഫ് എസ്റ്റീം ഉണ്ട് എന്ന് അറിയാം. ഹയർ സ്കോർ ഇൻഡിക്കേറ്റ്സ് മോർ സെൽഫ് എസ്റ്റീം. കൂടുതൽ സ്കോർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സെൽഫ് എസ്റ്റീം ഉണ്ട് എന്ന് അറിയാൻ പറ്റും. നിങ്ങൾ ഏത് സ്കോറിലാണ് നിൽക്കണേന്ന് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര സെൽഫ് എസ്റ്റീം ഉണ്ട് എന്ന് അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാൽക്കുലേറ്റ് ചെയ്തോ. യെസ്. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ടെസ്റ്റ് ആണ്. ഇതുപോലെ കുറെ ടെസ്റ്റുകളുണ്ട്. ആൻസൈറ്റിയുടെ ടെസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ആൻസൈറ്റി ഉണ്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ എന്ത് ചൂസ് ചെയ്യണം, നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് കരിയർ, നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് അറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ടെസ്റ്റ്, സൈക്കോളജിക്കൽ ക്വസ്റ്റ്യൻസും ടെസ്റ്റുകളും നമ്മുടെ കയ്യിലുണ്ട്. ഇത് പല മെത്തേഡുകളിലുണ്ട്.
ചിലപ്പോൾ ഒരു പടം തന്നിട്ട് അതിനെ പറ്റിയിട്ട് ഇപ്പൊ ചില ആൾക്കാർക്ക് നമ്മളോട് തുറന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഒരു പടം തന്നിട്ട് ഈ പടത്തിനെ വെച്ചിട്ട് എന്തെങ്കിലും എഴുതാൻ പറയും. ഈ പടം കണ്ടിട്ട് എന്തെങ്കിലും എഴുതാൻ പറയും. അപ്പോൾ അവര് അതിനെ വെച്ചിട്ട് എഴുതും. സന്തോഷമുള്ള വ്യക്തിയാണെങ്കിൽ നല്ല നല്ല കാര്യങ്ങളായിരിക്കും എഴുതി പോരുക. വിഷമവും ദുഃഖവും ഉള്ളവരാണെങ്കിൽ ആ പടം കാണുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും അവരുടെ മനസ്സിലേക്ക് ട്രിഗേർഡ് ആവുക. അതായിരിക്കും അവർ എഴുതുക. അപ്പൊ അങ്ങനെ എഴുതുമ്പോൾ അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും ഈ വ്യക്തിയുടെ ഒരു കാര്യങ്ങൾ. അപ്പോൾ ചിലപ്പോൾ ചിലർക്ക് നമ്മളോട് തുറന്ന് പറയാൻ പറ്റുന്നുണ്ടാവില്ല, ബ്ലോക്ക്ഡ് ആയിരിക്കും. പക്ഷെ ആ ബ്ലോക്കിനെ റിമൂവ് ചെയ്യാനുള്ള വരെ കാര്യങ്ങളും ടെക്നിക്സും നമ്മുടെ ഉണ്ട്. അപ്പോ ഇതാണ് ഏകദേശം കൗൺസിലിംഗ് എന്താണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ബേസിക്കലി ഞാൻ പറഞ്ഞ കാര്യം ഓർക്കുക, കൂടെ നടക്കുന്ന ഒരു സഹചാരിയാണ്. ഒരു കുഴി ഉണ്ടെങ്കിൽ നിങ്ങളെ ഒന്ന് ഗ്രൗണ്ട് ചെയ്യിക്കും, ഒന്ന് പിടിച്ചു നിർത്തും അല്ലെ? ഫസ്റ്റ് ഒരു കുഴി കാണുമ്പോൾ ഒരു ഫ്രണ്ട് കൂടെ നടക്കുന്ന ഒരു ഫ്രണ്ട് പെട്ടെന്ന് തട്ടി ഒരു കുഴി കണ്ട് അവൻ കാണുന്നില്ല, അവൻ എല്ലായിടത്തും നോക്കി നടക്കാണ്. നിങ്ങളത് കണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? പെട്ടെന്ന് കൈമ കയറി പിടിക്കും അല്ലെ? എടാ കുഴി എന്ന് പറയും. അതാണ് കൗൺസിലിംഗ്. ഒന്ന് പിടിക്കും. അപ്പൊ അവർക്ക് അതൊരു റിയലൈസേഷൻ, അവരെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരും. പറയും ദേ ഇതാണ്. അപ്പൊ അവൻ എന്ത് ചെയ്യും? കവച്ചു വെക്കും, അല്ലെങ്കിൽ സൈഡ് മാറിപ്പോവും. സോ നമ്മുടെ ടീച്ചേഴ്സ് അവിടെ ഉണ്ട്. അധികം ബോറടിപ്പിക്കണില്ല. ഇത്രയേ ഉള്ളൂ. സീറ്റാമസ്, താങ്ക് യു. വളരെ നന്ദി കേട്ടോ മിസ്. വളരെ നല്ലൊരു പ്രസന്റേഷനും നല്ലൊരു ക്ലാസ്സും ആയിരുന്നു. കുട്ടികളെ പോലെ തന്നെ ഞാനും എൻജോയ് ചെയ്തു. സോ താങ്ക് യു സോ മച്ച്. കുട്ടികൾക്കൊന്ന് ഇന്ററാക്ട് ചെയ്യാം. അതായത് നമ്മളൊരു വളരെ ഒരു ചെറിയൊരു കോർ കമ്മിറ്റി മീറ്റിംഗ് ആണ്. അപ്പോ യെസ്, അപ്പൊ നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാം. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു കുട്ടികളെല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. ഒരു ഫീഡ്ബാക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇത്രയും എങ്കിലും മനസ്സിലായി കാണും എന്താണ് ഇപ്പൊ മിസ് പറഞ്ഞതിൽ നിന്ന്. യെസ്, എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് എഴുതുന്നുണ്ട്. സോ വെരി ഹാപ്പി. എന്താണ് കൗൺസിലിംഗ്, എന്ത് ഉദ്ദേശിക്കുന്നത് എന്നത് നിങ്ങൾക്ക് ഇപ്പൊ റോഷൻ മിസ് പറഞ്ഞതിൽ നിന്ന് ക്ലിയർ ആയി കാണും. നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം. ഇത്രയും മാത്രം ഒന്നുകൂടെ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്, കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരിക്കലും ഒരു ശരി തെറ്റ്, നീ ചെയ്തത് തെറ്റായി പോയി എന്ന് പറയുന്നതോ ഒരാളെ കുറ്റപ്പെടുത്തുക, നമ്മളുടെ അടുത്ത് വരുന്ന ഒരാളെ ശരി തെറ്റൊക്കെ ഓരോരുത്തർക്കും ഉണ്ടാവും. പേഴ്സണലി എനിക്കും ഉണ്ടാവും. ഞാൻ വിചാരിക്കുന്ന ശരികളും തെറ്റുകളും ഉണ്ടാവും. ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന ആ കൗൺസിലറിനും ഒരു ശരി തെറ്റ് പേഴ്സണലി ഉണ്ടാവാം, ഈ ക്ലയന്റിനും അയാളുടെ ശരികളും തെറ്റും ഉണ്ടാവും. അപ്പോൾ കൗൺസിലിംഗ് ഒരിക്കലും ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് വിലയിടുകയോ ക്രിട്ടിസൈസ് ചെയ്യുകയോ മാർക്ക് ഇടുകയോ ചെയ്യുന്ന ഒരു പ്രോസസ് അല്ല. ജസ്റ്റ് ലിസണിങ് ആണ് അവിടുത്തെ. ഇപ്പോൾ നിങ്ങൾക്ക് റോഷൻ മിസ് തന്ന ക്വസ്റ്റ്യനെയറും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമ്മൾ തന്നെ അറിയാത്ത ചിലപ്പോൾ നമ്മൾക്കുള്ള പ്രശ്നം എന്താണെന്ന് നമ്മളെ തന്നെ ഐഡന്റിഫൈ ചെയ്യിക്കാനും, നമ്മൾ തന്നെയാണ് ഒരു ആള്, അവര് തന്നെയാണ് അവരുടെ ആ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ. പ്രശ്നം എന്ന് തന്നെ ആ വേർഡ് നമ്മൾ കൗൺസിലിംഗിൽ സൈക്കോളജിയിൽ പറയില്ല. എന്താണോ ആ ആളുടെ സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ അനലൈസ് ചെയ്യാനും അയാളുടെ മൈൻഡിനെ അയാൾ തന്നെ പഠിക്കാനും അയാൾ തന്നെ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുമാണ് കൗൺസിലിംഗ് ഒരു സപ്പോർട്ട്. കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തി ഒരു സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. അല്ലാതെ ശരി തെറ്റ് പറഞ്ഞു കൊടുക്കുകയോ ഉപദേശിക്കുകയോ, ഉപദേശം എന്ന് പറയുന്ന ഒരു സംഭവം അതിൽ ശരിക്കും ഇല്ല, കൗൺസിലിങ്ങിന്റെ പാർട്ടല്ല. പിന്നെയോ ജസ്റ്റ് ഒരു എന്താ പറയാ, ഒരു ലൈറ്റ് അടിച്ച് കാണിക്കുകയാണ്, ഇതാണ് നിന്റെ മൈൻഡ്, ഇതൊക്കെയാണ് നിന്റെ തോട്ട് പ്രോസസ്, ഇതൊക്കെയാണ് നിന്റെ തോട്ട് പ്രോസസ്സിന്റെ പുറകിലുള്ള കാരണങ്ങൾ എന്ന് മാത്രം അവനെ കൊണ്ട് തന്നെ റിയലൈസ് ചെയ്യിപ്പിക്കുന്നു. ബാക്കി സൊല്യൂഷനൊക്കെ അവരവര് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ആതിര മിസ്സും ജോയിൻ ചെയ്യുന്നുണ്ട്. വെൽക്കം ആതിര മിസ്സേ. നമ്മളുടെ മീറ്റിംഗ് ഞാൻ ജസ്റ്റ് 7:58 വീട്ടിലേക്ക് വന്ന് ലാപ്ടോപ്പ് ഓണാക്കി കയറിയുള്ളൂ. അപ്പോഴാണ് എത്തിയത് കോളേജിൽ നിന്ന്. അപ്പം 7:58 സോറി 6:58. അപ്പോൾ ഇപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്ത് റോഷൻ മിസ്സിനെ, കുഴപ്പമില്ല, ഞാനെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാത്തവർക്കും അവൈലബിൾ ആക്കുന്നതായിരിക്കും. കുട്ടികളെല്ലാവരും എൻജോയ് ചെയ്തു എന്നാണ് അവർ പറഞ്ഞത്. സോ ഇതാണ്
കൗൺസിലിംഗ് സെൽ, അല്ലെങ്കിൽ ഇതാണ് സൈക്കോളജി കൗൺസിലിങ്ങിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ സജഷൻസ് പറയാനോ നമ്മളുടെ സെല്ലിന്റെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ സഹകരണം കൂടിയേ തീരൂ. അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ടീച്ചർ കോർഡിനേറ്റേഴ്സ് ആണെങ്കിലും പുറത്തുനിന്ന് ഒരാളെ വെച്ചിട്ട് അല്ലെങ്കിൽ ഓരോ പ്രോഗ്രാംസ് നടത്തുമ്പം നമുക്കൊരു യെസ് ഇതുപോലെ നമുക്ക് നിങ്ങൾക്ക് മാത്രമല്ല ഹോൾ കോളേജിലെ കുട്ടികൾക്ക് ഇത് അവൈലബിൾ ആക്കണം. അപ്പം നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ അടുത്ത് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒന്ന് ഒരു പിയർ ഗ്രൂപ്പ് പോലെ നമ്മളൊന്ന് ട്രെയിൻ ചെയ്തുകൊണ്ട് വന്നിട്ട് നിങ്ങൾ വഴി വേണം നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾ, ചിലപ്പോൾ ഞങ്ങളോട് ഓപ്പൺ അപ്പ് ആവാത്ത കുട്ടികൾ, നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളോട് ഓപ്പൺ അപ്പ് ആവും. ഒരേ ഏജ് ഗ്രൂപ്പിൽ പെട്ടവരോട്, പ്രത്യേകിച്ചും ഈ ഒരു അഡോളസെന്റ് ടീനേജ് അല്ലെങ്കിൽ ആ ഒരു യൂത്തിന് അവരുടെ കൂടെ നിൽക്കുന്ന അവരുടെ പിയർ ഗ്രൂപ്പിൽ ആയിരിക്കും കുറച്ചും കൂടെ ഫ്രീ ആവുക. നമ്മളോട് ചിലപ്പോൾ അത്രയും ഓപ്പൺ അപ്പ് ആവുന്നിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഓക്കെ എന്ന് പറഞ്ഞാൽ വൈൻഡ് അപ്പ് ചെയ്യാം. So once again, thank you, Roshni.